تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നല്ലവരായ സുന്നത്ത് ജമാഅത്തിന്റെ സഹപ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ ചർച്ചയിലേക്കാണ് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പഴയ കാലത്ത് വ്യത്യസ്തമായി ഇപ്പോ രണ്ട് ഇസ്ലാമിക ജമാഅത്തുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇസ്ലാം ജമാഅത്തിന് ശേഷമാണ്, മറ്റൊന്ന് മുസ്ലിം ജമാഅത്തിന് മുമ്പാണ് എന്ന വ്യത്യാസം മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. ഒന്ന് ജമാഅത്ത് എ ഇസ്ലാമിയും മറ്റേത് മുസ്ലിം എ ജമാഅത്തുമാണ്. കാരണം ഒരിക്കൊരു എ കൂടുതലാണ്, റേ മുബാറക്ക് എന്ന് പറഞ്ഞ പോലെ. ഈ രണ്ട് ജമാഅത്തുകാരുടെയും ലക്ഷ്യം യഥാർത്ഥത്തിൽ ഒന്നാണ്, രാഷ്ട്രീയം. രണ്ട് ജമാഅത്തുകാരും ഒന്ന് നമുക്കറിയാം, ജനാബ് അബുലാല മൗദൂദി സാഹിബ് ആണ് രൂപീകരിച്ചത്. മറ്റൊരു ജമാഅത്തിന്റെ നേതാവ് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് സാഹിബാണ് ഇതിന്റെ നേതാവ്. രണ്ടും രാഷ്ട്രീയപരമായ അപ്രമാദിത്യം കൈകളിലേന്താൻ വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ ജമാഅത്തുകളാണ്. യഥാർത്ഥത്തിൽ രണ്ട് ജമാഅത്തും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ, അതിന്റെ സംഘശക്തിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിനു വേണ്ടി രൂപീകൃതമായതാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ സംവിധാനത്തെ തകർത്തിക്കളയുക, തളർത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഈ രണ്ട് ജമാഅത്തും രൂപീകൃതമായത്. പഴയ കാലത്ത് തന്നെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായതുമായി ബന്ധപ്പെട്ട് നമ്മളെന്നല്ല, അവർ എഴുതിയ ലേഖനങ്ങളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അവർ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം തികച്ചും രാഷ്ട്രീയമായിരുന്നു. പക്ഷെ രാഷ്ട്രീയമല്ല എന്ന പറഞ്ഞു, ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, വോട്ട് ചെയ്യൽ പോലും ശിർക്കാണ് എന്ന് പറഞ്ഞ ആളുകൾ അവസാനം സ്വന്തം രാഷ്ട്രീയ പാർട്ടി വരെ രൂപീകരിച്ചു. അല്ലേ? മൂല്യം നോക്കുന്ന ആളുകളായിരുന്നു കുറച്ചു മുമ്പൊക്കെ. മൂല്യം എങ്ങനെ നോക്കുക? ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി അദ്ദേഹത്തിന്റെ മൂല്യം, അതിന്റെ അളവ് നോക്കിയിട്ടാണ് വോട്ട് ചെയ്തിരുന്നത്. ഇവർക്കും ഏകദേശം അങ്ങനെ തന്നെ ഒരു കേടാണ്. ഏറ്റവും മൂല്യം നോക്കുന്ന കാര്യത്തിൽ ഇവരും അവരും ഒക്കെ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. എല്ലാ രാഷ്ട്രീയം തീരെ ഇല്ല എന്ന് പറയുന്ന ഇവർക്കാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം. ഇവരുടെ എല്ലാ പ്രഭാഷണവും രാഷ്ട്രീയമായിരിക്കും, ഇവരുടെ എല്ലാ ഒത്തുചേരലും രാഷ്ട്രീയമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് വോട്ടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വന്തം സ്ഥാനാർത്ഥിനെ നിർത്തുക. ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ഈ രണ്ട് വിഭാഗവും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം ലാക്കാക്കിക്കൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇപ്പോ രൂപീകൃതമായ സംഘടന, അതിലേറ്റവും വലിയ തമാശ ശിഹാബ് തങ്ങളെ കാലത്തെ ലീഗല്ല പോണാണ്. അങ്ങനെ ആലോചിച്ചു, ശിഹാബ് തങ്ങളെ കാലത്ത് ഇയാളെ നല്ല നോക്കിപ്പൊട്ടിച്ചിരുന്നത് പൊട്ടിച്ച ലീഗിന്റെ എത്ര ആത്മാർത്ഥതയായിരുന്നു. ശിഹാബ് തങ്ങളെ കാലത്ത് മൂപ്പര് മുഴുവൻ ലീഗായിരുന്നു. ലീഗിന് വേണ്ടിയിട്ട് അധ്വാനിച്ച മനുഷ്യനാ അല്ലേ? നമ്മളെ കൂടെയൊക്കെ നോട്ടീസ് ഒട്ടിച്ചിരുന്നത് കാന്തപുരം വന്നിട്ടായിരുന്നു. ശിഹാബ് തങ്ങളെ കാലത്തെ ലീഗ്, ശിഹാബ് തങ്ങളെ കാലത്തെ ലീഗല്ലപ്പോ. ഇത് കേട്ടാലേ എന്താ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്താ മനസ്സിലാക്കുക? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നബറല്ലാഹു ബർക്കത മഹാനവറുകളെ കാലത്ത് ഇവരൊക്കെ വലിയ ലീഗിന്റെ പ്രവർത്തകരായിരുന്നു എന്ന് തോന്നിപ്പോകും. അത് കാലാകാലങ്ങളിൽ ലീഗിനെ കുറിച്ച് സാധാരണഗതിയിൽ അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചിട്ടാണെങ്കിലും അങ്ങനെ ഒരു ധാരണ, അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാവും. അന്നൊന്നും ഈ ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളായി നമുക്ക് മുമ്പിലൂടെ കടന്നു വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ കായിദെ മില്ലത്തിന്റെ മാതിരിയല്ല. കായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കാലത്ത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദ മഹാനവറുടെ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഇപ്പൊ ബാഫക്കി തങ്ങളെ ലീഗൊന്നുമല്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗ് കൈകാര്യം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, പൂക്കോയ തങ്ങളെ കാലത്തെ ലീഗൊന്നുമല്ല. അതങ്ങനെയല്ലല്ലോ. ഏത് കാലം കഴിഞ്ഞു വരുമ്പോഴും അത് വേറെ നേതൃത്വത്തിൽ വരുമ്പോ ആ നേതാവിന്റെ കീഴിലല്ലേ ഉണ്ടാവുക, പിന്നെ പഴയ നേതാവ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ സാധാരണ ജമാഅത്തുകാരും മുജാഹിദുകളൊക്കെ പറയുന്ന ഒരു ആരോപണമാണ്. നമ്മള് ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു നേർച്ച ഉണ്ടാക്കുകയാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ആണ്ടുണ്ടാക്കുകയാണെങ്കിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പേരിൽ ഒരു ആണ്ടുണ്ടാക്കുകയാണെങ്കിൽ ഇവരിപ്പോ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പേരിൽ ആണ്ടുണ്ടാക്കിയിരിക്കുന്നത്, ഇവര് പൂക്കോയ തങ്ങളെ പേരിൽ ആണ്ടുണ്ടാക്കുന്നുണ്ടോ, പൂക്കോയ തങ്ങളെ വെല്ലിപ്പാന്റെ പേരിൽ ആണ്ടുണ്ടാക്കുന്നുണ്ടോ, ഇങ്ങനെ ചോദിക്കും. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ മക്കാമിലെ ഏതെങ്കിലും ഒരു മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, നമ്മുടെ നാട്ടിലെ മക്കാം ഷരീഫുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സയ്യിദിന്റെ ഷെയ്ഖിന്റെ ഒക്കെ പേരിൽ ആണ്ടുണ്ടാക്കിയ ഇവർ നേരെ പറയും അതിന്റെ മേൽത്താളാമുണ്ടാക്കുന്നുണ്ടോ. തിരക്കടില്ല. അവര് പിന്നെ ഇവര് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടാണെങ്കിൽ അല്ലെങ്കിൽ പറയും ഇമാം ഷാഫി റളിയല്ലാഹു തആലാന്റെ ആണ്ടുണ്ടാക്കണോ, അല്ലെങ്കിൽ എത്ര താബിയങ്ങളുണ്ടോ ആണ്ടുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സഹാബത്തിന്റെ ആണ്ടുണ്ടാക്കുന്നുണ്ടോ. ഇങ്ങനെ നമ്മളെ നാട്ടിൽ ചില ആളുകൾ വന്നിട്ട് നമ്മൾ കരുതുന്ന ഈ ആണ്ടൊക്കെ ബലി കഴിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മളൊരു ആണ്ടുണ്ടാക്കുമ്പോൾ സഹാബത്തുൽ കിറാമല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്ട് ബലി ഉണ്ടാക്കിക്കണോ? ഇവര് നമ്മോട് ചോദിക്കുക. കാലം മൂപ്പരല്ലേ ഏറ്റവും വലിയ ആൾ പ്രവാചകൻ കഴിഞ്ഞ. എന്നാൽ നമ്മൾ കരുതും നമ്മൾ മമ്പത്തെ തങ്ങൾ ആണ്ടുണ്ടാക്കുമ്പോൾ ഇവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്ടുണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവർ ആണ്ടുണ്ടാക്കാനല്ല, ഇവർ ഒരു ആണ്ടും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ബലി ചോദ്യം ചോദിക്കുന്നത്. അത് ഏത് കാലഘട്ടത്തും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് ചോദിക്കുക. ഇതിപ്പോ പഴയ കാലത്തെ ലീഗാണ് ഈ തിരക്കെടുണ്ടായിരുന്നില്ല. പഴയ കാലത്തെ ലീഗ് ഇനി ഒരിക്കലും തിരിച്ചു വരൂലല്ലോ. പഴയ കാലത്തെ ലീഗാണെങ്കിൽ തിരക്കെടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ലീഗ് ഒരിക്കലും വരില്ല. പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കമ്മ്യൂണിസത്തോടുള്ള ഒരു പ്രതിബദ്ധതയും ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടോ? AKജിയുടെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഉണ്ടോ? സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് നോക്കിയാൽ തെളിയിട്ടാ കിട്ടുമോ? ഓരോ കാലഘട്ടത്തിലും അതിന്റെ ആ കാലഘട്ടം കഴിഞ്ഞു വരുമ്പോൾ പുതിയ നേതൃത്വം ഉണ്ടാവും. പക്ഷെ എന്നും ഈ വിഭാഗം ആളുകൾ ഇവരൊന്നും പിന്തുണച്ചിട്ടുണ്ടാവില്ല. ഇവിടെ എന്നും നമുക്കറിയാം മുസ്ലിം ലീഗിനെതിരെ എന്തെങ്കിലും ഒരു ശക്തി വരുന്ന കാലത്തൊക്കെ അതിനെ പിന്തുണച്ചിട്ടുണ്ടാവും. അഖിലേന്ത്യാ ലീഗ് വന്നപ്പോൾ അതിനെ പിന്തുണച്ചു. അതേപോലെ തന്നെ അഖിലേന്ത്യാ ലീഗ് കഴിഞ്ഞ് മറ്റൊരു സംഘടന കേരളത്തിൽ പ്രവർത്തിച്ചു, INL, ഇന്ത്യൻ നാഷണൽ ലീഗ്. ആ സമയത്ത് അതിന്റെ ആളുകളായിരുന്നു. ഓരോ കാലഘട്ടത്തും ഈ സംഘശക്തികൾക്ക് എതിരെ വരുന്ന ഏതൊരു സംഘടനയോടും അനുകൂലിച്ച് പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് കഴിയും. അഖിലേന്ത്യാ ലീഗ് ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രസിഡന്റ് തന്നെ MK ഹാജിയായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ മുജാഹിദ് നേതൃത്വത്തിൽ വരുന്നത് കൊണ്ടോ മുജാഹിദ് അല്ലാത്ത ആളുകൾ നേതൃത്വത്തിൽ വരുന്നത് കൊണ്ടോ അല്ല ഇവരെതിർക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ ഏറ്റവും വലിയ രസം ഉണ്ടാവും. ഞാനിങ്ങനെ ആലോചിക്കും ഇവരെ കുറിച്ചിട്ട്. പഴയ കാലത്ത് ഇവർക്ക് മുസ്ലിം ലീഗിനോടുള്ള പ്രശ്നം എന്തായിരുന്നു? സമസ്ത പറഞ്ഞത് കേൾക്കണില്ല എന്നിട്ട് ഇവര് വേറെ പാർട്ടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അല്ലേ? സമസ്ത പറയുന്നത് ലീഗ് കേൾക്കുന്നില്ല. സമസ്തക്ക് ലീഗിൽ സ്വാധീനമില്ല. സമസ്തക്കല്ല സ്വാധീനം, മറ്റു ആളുകൾക്കാണ് ലീഗിൽ സ്വാധീനമുള്ളത്. അതുകൊണ്ട് വേറെ പാർട്ടി ഉണ്ടാക്കിയ ആൾക്കാരാണ്. സമസ്ത പറയുന്നത് ലീഗ് കേൾക്കണില്ല. ഇവർക്ക് ലീഗിനോടുള്ള ആക്ഷേപം എന്താണ്? സമസ്ത പറയുന്നത് ലീഗ് കേൾക്കുള്ളൂ. ആലോചിച്ച് നോക്കാണി. അന്ന് സമസ്ത പറയുന്നത് ലീഗ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഉണ്ടാക്കാൻ പോയ ആൾക്കാർ ഇപ്പൊ പാർട്ടി ഉണ്ടാക്കുന്നത് ഇപ്പൊ ലീഗിനെ വിമർശിക്കുന്നതും സമസ്ത പറയുന്നതേ ലീഗ് കേൾക്കുന്നുള്ളൂ. അപ്പൊ ആകെ ലീഗ് പൊതു പ്ലാറ്റ്ഫോം ആകണ്ടേ ചോദിക്കുക മൂല്യരെ. ലീഗ് പൊതു പ്ലാറ്റ്ഫോം, ലീഗ് ഒരു സമസ്ത പറയുന്നത് കേൾക്കാൻ പറ്റും. മുൻകാലത്ത് ഇവർക്ക് ലീഗിനോടുണ്ടായിരുന്ന എതിർപ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത് കേൾക്കണില്ല എന്നിട്ടേന്നു അല്ലേ?
നൂർഫേസ് ഉസ്താദ്? പഴയ കാലത്ത് ചന്ദ്രിക നമ്മളെ കുറിച്ച് എഴുതണില്ല, ചന്ദ്രിക പിന്നെ സുന്നത്തെ ജമാഅത്തിനെ മുതലെടുക്കണില്ല, മുസ്ലിം ലീഗിൽ സുന്നത്തെ ജമാഅത്തിന്റെ ഉസ്താദുമാർക്ക് അവർക്ക് സ്ഥാനമല്ല, മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കുന്നില്ല, അങ്ങനെ സമസ്തക്ക് ഒരു പരിഗണന അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അന്ന് വേറെ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞത്. ഇന്ന് സമസ്തക്കേ പരിഗണന ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ വേറെ സംഘടന ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്നത്. എന്റെ ഒരു പഴയ കാലത്ത് ഞാനൊരു സ്ഥാപനം നടത്തിയിരുന്നു. അതിലൊരു ഒരു 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 ജോലിക്കാരുണ്ടായിരുന്നു, ഒരു തൃശ്ശൂരുകാരനായ ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം 1 ലിറ്റർ ചാരായം കുടിച്ചുകാണ്ട് എന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കരയാണ്. അപ്പൊ ഞാൻ അവിടുത്തെ മറ്റേ മാനേജറോട് ചോദിച്ചു, അല്ല എന്തിനാ അയാളെ കരയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അയാൾ സാമ്പത്തികമായി എന്തോ വലിയ പ്രശ്നത്തിലാണ്, ആ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ കരയുന്നത്. അപ്പൊ അങ്ങനെ ഫുള്ള് അങ്ങനെ അതിന്റെ ഫീലിംഗിൽ പോയി വെള്ളടിച്ചു വന്നതാണ്. ഫീലിംഗിൽ പോയിട്ട് പൈസ ഇല്ലാത്തതിന്റെ ഫീലിംഗിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളെ സ്റ്റാഫാണല്ലോ, എന്തായാലും കുഴപ്പമില്ല, നല്ല പണിക്കാരനാണ്, അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് തീർത്തു കൊടുക്കാറ്. ഞാൻ അയാൾക്ക് എത്ര 5,000 10,000 എന്തോ അന്നത്തെ കാലത്ത് കടം കൊടുത്തു. അത് കൊടുത്തേക്ക് ഇയാൾ നേരെ പോയി കണ്ട് പിന്നെ 1 ലിറ്ററും പിന്നെ 2 ലിറ്റർ കുടിച്ചു കൊടുത്തു. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ പിന്നെയും കരയാ, ഞാൻ പൈസ കൊടുത്ത സന്തോഷത്തിൽ കള്ള് ഫുള്ളും അടിച്ചത്. എന്നാലും അപ്പൊ ഇത് കൊടുത്ത സന്തോഷത്തിൽ അത്ര പിന്നത്തെ വെള്ളടി. അപ്പൊ വെള്ളടിക്കാൻ ഇയാൾ എന്തായാലും വെള്ളടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇയാൾ പൈസ അല്ലെങ്കിലും വെള്ളടിക്കും, പൈസ ഉണ്ടെങ്കിലും വെള്ളടിക്കും. അങ്ങനെ നമ്മളെ കാന്തപുരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലീഗിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ലീഗിൽ സ്വാധീനമല്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം പാർട്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം കളിക്കും, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ തകർക്കാൻ ശ്രമിക്കും. അതേ സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉള്ളു സ്ഥാനം എന്ന് പറഞ്ഞാലും അപ്പോഴും മുപ്പക്ക് ഇതേ പരിപാടി തന്നെയാണ് മുപ്പേ. അപ്പൊ ഇത് ഈ മനുഷ്യന്റെ സ്ഥിതി ഇതാണ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. എന്നിട്ട് പഴയ കാലത്തൊക്കെ ഇവര് പറഞ്ഞത് എന്താണ്? സുന്നി അല്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യൂലാണ് അല്ലേ? അന്നൊക്കെ സുന്നികൾക്കേ വോട്ട് ചെയ്യുള്ളൂ, സുന്നി അല്ലാത്ത ലീഗിലെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം, സുന്നികളല്ലാത്ത സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം. ഇതായിരുന്നു പഴയ കാലത്തെ മുദ്രാവാക്യം. ഇപ്പൊ മുസ്ലിം ലീഗിൽ മത്സരിക്കുന്നത് അള്ളാന്റെ തൗഫീഖോടുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികൾ ഒരു പരിധിവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളോ അല്ലെങ്കിൽ കേരള നെടുവത്തുൽ മുജാഹിദീന്റെ ആളുകളെക്കാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരെന്തിലില്ല? ജമാഅത്തെ ഇസ്ലാമിക്കാർ സമസ്ത മുസ്ലിം ലീഗിലില്ല അല്ലേ? ആകെ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സുന്നികളാണെങ്കിൽ സമസ്തയുടെ ആളുകളും അല്ലെങ്കിൽ മുജാഹിദിന്റെ ആളുകളുമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾക്ക് വോട്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും അവർ വോട്ട് ചെയ്യാം? അല്ലെങ്കിൽ തബ്ലീഗ് ഉണ്ടെങ്കിൽ തബ്ലീഗിന്, അല്ലെങ്കിൽ മുജാഹിദിന്. അപ്പോ സമസ്ത കേരള സുന്നികൾക്ക് ഒരിക്കലും വോട്ട് ചെയ്യൂല ഇപ്പൊ പറയുന്നത്. പഴയ കാലത്ത് വരെ സുന്നികൾക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. ഇനി സുന്നികൾക്ക് വോട്ട് ചെയ്യൂല. കാരണം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ഒരർത്ഥത്തിൽ അതിലെ ഒരു 90% ആളുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭ്യുദയകാംക്ഷികളോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായികളോ അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സഹായിക്കുന്നവരുമായിരിക്കും 90%. ബാക്കിയൊരു 10% ആളുകൾ ചിലപ്പോ 1 or 2 വേണമെങ്കിൽ തബ്ലീഗുകാരുണ്ടാകാൻ സാധ്യത വളരെ കമ്മിയാണ്. സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് അനുഭാവികളുണ്ടെങ്കിലും സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ അത് സുന്നി വിരുദ്ധരായിരിക്കും. എന്തർത്ഥത്തിലും തവസ്സുൽ ഇസ്തിഗാസ ഒന്നും അംഗീകരിക്കുന്ന ആളുകളായിരിക്കൂല. ബാക്കിയൊരു 10% അവർ മുജാഹിദിന്റെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായിരിക്കും. ഇങ്ങനെ ലീഗിലുണ്ടാവുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ 1 or 2% ലീഗിലുണ്ടെങ്കിൽ നമ്മളെ പട്ടികജാതി പട്ടികവർഗ സംവരണം ഉണ്ടെങ്കിൽ അവരുണ്ടാകുക. അപ്പൊ ഇവർക്ക് അവരിപ്പോ വോട്ട് ചെയ്യാം? മുസ്ലിം ലീഗിൽ മത്സരിക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിഭാഗം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മാറ്റി നിർത്തിയിട്ട് വോട്ട് ചെയ്യാപ്പ കൽപ്പിക്കുന്നത് ആർക്കാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ പറഞ്ഞുകൂടി നമുക്ക് തിരക്കിടുണ്ടായില്ല. ഞങ്ങൾ പരിപൂർണ സുന്നികൾക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു ഇവരെ സുന്നി വികാരം അല്ലേ? സത്യത്തിൽ ഇപ്പൊ ഇവരെ വികാരം എവിടെ പോണത്? ഇവരെ വികാരം ഇപ്പൊ എന്താ ഉള്ളത്? സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ വികാരമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. സുന്നികൾക്ക് വോട്ട് ചെയ്യുകയില്ല, സുന്നികൾക്ക് വോട്ട് ചെയ്യുകയില്ല. ഈ ഒരു പ്രസ്താവന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മറ്റൊരർത്ഥത്തിൽ ഈ പ്രസ്താവനയെ വിശദീകരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ മുജാഹിദ് പ്രവർത്തകർക്കേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മുജാഹിദിന്റെ അനുഭാവികൾക്ക്, മുജാഹിദിന്റെ പ്രവർത്തകർക്കാണ് കാന്തപുരം AP വിഭാഗം ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സുന്നികൾക്കൊന്നും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അയാൾ പരസ്യമായി പറഞ്ഞ കാര്യം, അത് പരസ്യമായി പറഞ്ഞ കാര്യമാണ്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പരിഗണിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ നമുക്കൊരു പഠന വിഷയമാക്കുകയാണെങ്കിൽ അതിലെ പ്രവർത്തകരായ സാധാരണ പ്രവർത്തകരായ ആളുകളാണ് ഇവിടെ ഇപ്പോ കേരളത്തിൽ
സ്വാഭാവികമായിട്ടും ഈ ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലൊക്കെ മത്സരിക്കുന്ന ആളുകൾ വലിയ നേതാക്കന്മാരാരും ഉണ്ടാവില്ലല്ലോ, ചെറുകിട നേതാക്കന്മാർ. അവരൊക്കെ നാട്ടിലെ നമ്മുടെ സമസ്തയുടെ പ്രവർത്തകര്, നമ്മളെ പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങള്, നമ്മളെ മദ്രസയുടെ പ്രവർത്തകര്, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി എന്തെങ്കിലും ഒരു നിരക്ക് ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കും ബഹുഭൂരിഭാഗം ആളുകൾ. നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികളൊക്കെ ഒരു പരിധിവരെ അങ്ങനെയാണ്. ഇനി വല്ല വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു പരിധിവരെ മുജാഹിദിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ആളുകളായിരിക്കും വനിതാ സ്ഥാനാർത്ഥികൾ. ഒരു നിലക്കും നിവൃത്തിയില്ലെങ്കിൽ, ഒരു നിലക്കും അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ ഒരു വകുപ്പില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പിന്നെ പ്രവർത്തകരായ അല്ലെങ്കിൽ നമ്മൾ അനുഭാവികളായ ചിലപ്പോൾ ആളുകളുടെ ആരെങ്കിലും ഭാര്യമാരൊക്കെ അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ ചിലപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടുണ്ടാവും. അല്ലാതൊരു സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിനെ നമുക്ക് തിരിയിട്ട് തിരഞ്ഞാൽ കാണാൻ കഴിയില്ല. അപ്പൊ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യൂല, എന്ന മുസ്ലിം ലീഗിലെ സുന്നികൾക്ക് വോട്ട് ചെയ്യൂല, അല്ലേ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ഇതിന്റെയൊക്കെ തുടക്കം പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾ സുന്നികൾക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലേ? ഇപ്പൊ പിന്നെ മറ്റൊരു വിഷയമാണ് സ്ത്രീ സംവരണം. ഇത് ഉസ്താദ് പറഞ്ഞതെന്താ? സ്ത്രീ സംവരണം വേണ്ടെന്ന്. മുസ്ലിം ജമാഅത്തിൽ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കൂല ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടില്ല നിങ്ങള്? മുസ്ലിം ജമാഅത്തിൽ തന്നെ ഇപ്പൊ പുതിയ ജമാഅത്തിൽ തന്നെ അവര് സ്ത്രീകൾക്ക് കൊടുക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കൊടുക്കുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോ അവിടെയും സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഷ്ട്രീയപരമായി ലക്ഷ്യമില്ലാത്തൊരു സംഘടനയിൽ ഇവിടെ എവിടെയാണ് നമ്മൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ SKSF പെണ്ണുങ്ങൾക്കുണ്ടോ സീറ്റ്? SKSF പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കലുണ്ടോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുജന സംഘടനയായ സുന്നി യുവജന സംഘത്തിൽ നമ്മൾ ഇന്നുവരെ സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ? അതിന് മോദിയരൊക്കെ പറഞ്ഞെന്താണോ, ഞങ്ങൾക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പെണ്ണുങ്ങൾക്കും കൊടുത്തു വരും. ആള് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ലേ? ആള് കൂടിയിട്ടാണ് സംഘടന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ മൂപ്പരെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞങ്ങൾ ആളെ എണ്ണം കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പെണ്ണുങ്ങൾക്കും കൊടുത്തു തരുന്നു. നിങ്ങൾ പെണ്ണുങ്ങൾക്കും വല്യമാക്കും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് കൊടുത്താൽ ഇത്രേ ഉണ്ടാവുള്ളൂ. ആളെണ്ണം കൂട്ടാനേ. എന്തിനെണ്ണം കൂട്ടുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിനോ ദഅവത്തിനോ? എവിടെയൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളെ ഇറക്കണത്? അപ്പോ ഇതൊക്കെ വരെ കുട്ടികളിപ്പോ ഇങ്ങനെ ചില പ്രഭാഷണത്തിന്റെ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുന്നതിൽ വലിയ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ പോരെ? നിങ്ങളെ കയ്യിലൊരു മുഷാവറല്ലേ? മുഷാവറ യോഗം കൂടിയിട്ട് ഒറ്റ തീരുമാനം, ഇന്ത്യയിൽ മത്സരിക്കുന്ന ഒരു സ്ത്രീ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾ വോട്ട് ചെയ്യൂലാണ്. എന്താ പറഞ്ഞാ പോരെ? ഒറ്റ വാക്ക് പറഞ്ഞ ലീഗിലുണ്ടല്ലോ സ്ത്രീകൾ, അതുകൊണ്ട് മുസ്ലിം ജമാഅത്തിലുണ്ടാവും. അപ്പൊ മുസ്ലിം ജമാഅത്തും ലീഗും ഒരേ ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതാ പറഞ്ഞത്, മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യം ഇവിടെ അവരുടെ ലക്ഷ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെ ഒരു സംവിധാനമാണ്. നിങ്ങൾ ഈ ഏർപ്പാടൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിട്ടു എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതാണ് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തന മാതൃകയാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അവിടാണ് നിങ്ങളെ ലക്ഷ്യം. ആ കട്ടിൽ കണ്ടിട്ടാണ് ഈ മൂപ്പർക്കുള്ള പനി. ഇതാണ് സമ്മതിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഇന്ന് വരെ ഏതെങ്കിലും കേരളത്തിൽ ഒരു മതസംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട് ഇല്ല എന്നുള്ള ചർച്ച ഇവിടെ വന്നവരാണ്. കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചപ്പോഴോ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുജന യുവജന സംഘടനയായ സുന്നി യുവജന സംഘം രൂപീകരിച്ചപ്പോഴോ, അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ രൂപീകരിച്ചപ്പോഴോ, SKSBV ഇനി ഏതെങ്കിലും ഒരു സംഘടന ഇവിടെ രൂപീകരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച കേരളത്തിൽ നടക്കണോ? പ്രാതിനിധ്യം ഉണ്ട്, പ്രാതിനിധ്യമല്ല, ഞങ്ങൾ പ്രാതിനിധ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുത്തുകൂടായില്ല, കൊടുത്തുകൂടായികയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചർച്ച കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടുണ്ടോ? അപ്പോ ഈ ഒരു സംഘടന എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം തന്നെ എന്താ? 18 വയസ്സ് മുതൽ. അപ്പൊ എരോടദ്രാമ സക്കാഫി പറഞ്ഞു. ഇയാൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് 50 വയസ്സ് മുതൽ. അന്ന് ഫസ്റ്റ് മൂപ്പർ പറഞ്ഞത് 95 വയസ്സ് മുതൽ 120 വയസ്സാ പറഞ്ഞത്. ഇപ്പൊ മൂപ്പർ പറഞ്ഞ 50 വയസ്സ്. പിന്നെ KM റഹീം അന്വേഷിച്ചപ്പോ മൂപ്പരോട് പറഞ്ഞു 40 വയസ്സ് മുതൽ അങ്ങോട്ടാണ്, 40 വയസ്സ്. പക്ഷെ പേരുടെ അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞത് 18 വയസ്സാണ്.
സത്യത്തിൽ എന്താ ഈ 18ന്റെ കണക്ക്? സക്കാഫ് വിശദീകരിക്കുന്നത് എന്താണ് ഈ 18 സമസ്തയും തമ്മിൽ എന്താ ബന്ധം? 18 വയസ്സും സമസ്ത കേരള ജമിയത്തുലമയും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വോട്ട് ബാങ്കാണ്, ഒരു നെഗോഷിയേഷനാണ്, രാഷ്ട്രീയമാണ് അതിന്റെ ലക്ഷ്യം. അതാണ് തുറന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു രൂപം ജമാഅത്തെ ഇസ്ലാമി തല കുത്തൻ എന്നതാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി തല കുത്തൻ എന്നാൽ എന്താവും? അത് ഇസ്ലാം ജമാഅത്താവും അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്താവും. ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുത്തനെ നിർത്തിയതാണ് നിങ്ങൾ, അതിനെ നീപ്പിച്ചെത്തിയ ജമാഅത്തെ ഇസ്ലാമിയാവും. അത് കുത്തനെ നിർത്തിയാൽ അത് പിന്നെ മുസ്ലിം ജമാഅത്താവും. വേറൊരു വ്യത്യാസങ്ങൾ തമ്മിലില്ല. രണ്ടും ഒരു സാധനം കുത്തനെ നിർത്തി പിന്നെ നെടുക്കനെ നിർത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയും കുത്തനെ നിർത്തിയാൽ മുസ്ലിം ജമാഅത്തും ആവും. വേറൊരു വ്യത്യാസം സത്യത്തിൽ അതില്ല. പേരപ്പുറത്തും ഇപ്പുറത്തേക്കും മാറ്റിട്ടു. അപ്പൊ അതുകൊണ്ട് പഴയ ജമാഅത്തായാലും ശരി പുതിയ ജമാഅത്തായാലും ശരി ഇവരൊക്കെ ലക്ഷ്യം ഇവിടെ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നത ഉണ്ടാക്കുക, നമ്മുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇവിടെ പിന്നെ പിളർപ്പുണ്ടാക്കുക. ഏതൊരു സംഭവം നമ്മുടെ വോട്ടുകളും മറ്റുമൊക്കെ നമ്മുടെ സംഘശക്തിയുമൊക്കെ രാഷ്ട്രീയപരമാകട്ടെ അല്ലെങ്കിൽ മതപരമാകട്ടെ ഏത് കാഴ്ചപ്പാടിലാണെങ്കിലും അതിനെ ചിന്ന ഭിന്നമാക്കി കഷ്ണങ്ങളാക്കി ഒരൊത്തൊരുമ ഇല്ലാതെയാക്കി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പൊ മൂപ്പര് പറഞ്ഞത് ഒരു നേതൃത്വം അനിവാര്യമാണെന്ന. നേതാവില്ലാത്താണ് ഇവിടെ പ്രശ്നം. നേതാവ് ആരാ? മൂപ്പര് നേതാവ് ആണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ആലോചിച്ചില്ല, മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായ തിരക്കേടുണ്ടായിരുന്നില്ല. ആരെ കീഴ്? ഈ തിരക്കേടില്ലായില്ല എന്ന് പറയുന്നവന്റെ കീഴിലാകണം. തിരക്കേടുണ്ടായില്ല എന്ന് പറയുന്നവന്റെ കീഴിലായാൽ മാത്രമേ ഓനെ കിട്ടുള്ളൂ. ഓൻ വേറൊരാളെ കീഴിൽ പോകൂല. എല്ലാവരും ആഗ്രഹം ഏതാണ്? മുസ്ലിം സമുദായമൊക്കെ എന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടാകണം. എല്ലാവരും ഒരു ആഗ്രഹമാണല്ലോ അല്ലേ? മുസ്ലിം സമുദായം അവനാന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കമ്മിയുണ്ടാകുക. അപ്പോ ഇവിടെ ഈ ജമാഅത്തുകാർക്കിടയിൽ ഇപ്പോ ഇവരുടെ തമ്മിലുള്ള ഐക്യം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതിന്റെ തുടക്കത്തെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപിതമാകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യം. അന്നെന്താ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകേണ്ട കാര്യം? ജമാഅത്തെ ഇസ്ലാമി അന്നുണ്ടാകേണ്ട കാര്യം സത്യത്തിൽ അന്നത്തെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു സൗന്ദര്യപ്പടക്കമാണ്. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് പുതിയൊരു സംഘടനയുമായി രംഗത്ത് വരാനുണ്ടായ കാരണം ആ മുസ്ലിം ലീഗിൽ അദ്ദേഹത്തിന് കാര്യമായ ഒരു പരിഗണന അന്ന് അവിടെ ലഭ്യമായിരുന്നുവെങ്കിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിൽ ഉണ്ടാക്കൂലായിരുന്നു. വെറും രാഷ്ട്രീയപരമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകൾ ഇന്നിപ്പോ അവരെടുക്കെത്തി. ടെലിവിഷൻ ചിഹ്നം ഏതെപ്പോലെ ചിഹ്നം അല്ലേ? ആ ചിഹ്നത്തിൽ ഇപ്പോൾ ഒരു ഹുക്കൂമത്തെ ഇലാഹി ഉണ്ടാക്കാൻ വേണ്ടി സരസ്വതിനെ വരെ സ്ഥാനാർത്ഥിയാക്കി. ആലോചിച്ചോക്കാ നിങ്ങൾ ആ സൂറന്റെ ഒരു ഗതികേട് അല്ലെ? ഇന്ത്യയിൽ ഹുക്കൂമത്തെ ഇലാഹി നടപ്പിലാക്കാൻ വേണ്ടി സരസ്വതി, കണ്ണനും അല്ലെ, വേലായുധനും തോമസും ചക്കിയും ഒക്കെ പോലെ സ്ഥാനാർത്ഥികളാണ്. എന്തിനാണ് ഹുക്കൂമത്തെ ഇലാഹി നടപ്പിലാക്കുക? അള്ളാന്റെ ഭരണം നടപ്പിലാക്കാനേ, ഖുർആൻ നോക്കി ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവരൊക്കെ സ്ഥാനാർത്ഥിയാക്കിക്കുന്നത്. വോട്ട് ചെയ്താൽ നരകത്തിക്കുമെന്ന് പറയുന്ന മനുഷ്യന്മാരവര്. വോട്ട് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ആളുകൾ അവസാനം മെല്ലെ മെല്ലെ അവർക്ക് പിന്നെ സ്ഥാനാർത്ഥികളെ അവരുടെ മൂല്യം നോക്കി മറ്റുള്ള ആളുകൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ എങ്ങനെ പോയി നോക്കും. പിന്നെ പോയി നോക്കിയിട്ട് അവരിങ്ങനെ അവർക്ക് എത്ര മൂല്യം ഉണ്ടെന്ന് മാടി നോക്കിയിട്ട് അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന സംവിധാനം വന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ സ്ഥാനാർത്ഥികൾ അവിടെ ഇവിടെയൊക്കെ നിർത്തൽ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അല്ലേ? ഷിർക്കാണ് എന്ന് പറഞ്ഞൊരു സംഭവം പിന്നെ ഹറാമിലേക്ക് കൊണ്ടുവന്നു, പിന്നെ കറാഹത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോ സുന്നത്തുമല്ല, ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഫർള് ഐനായി മാറിയിക്കുക. രാഷ്ട്രീയ വോട്ട് ചെയ്യൽ ഫർള് ഐനായി ഇപ്പോ. അപ്പോ ഒരേ സംഭവത്തെ അവർക്ക് വേണമെങ്കിൽ ഷിർക്കാക്കാനും അവർക്ക് വേണമെങ്കിൽ അത് തൗഹീദാക്കാനും അവർക്ക് വേണമെങ്കിൽ ഹറാമാക്കാനും ഹലാലാക്കാനും ഒക്കെ അവരൊന്ന് ശൂറ കൂടിയാൽ മതി. അതുപോലെ തന്നെ ചില ആളുകൾ രാഷ്ട്രീയത്തെ പരിപൂർണമായും രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവത്തെ ഒരു നിലക്കും അംഗീകരിക്കാത്ത ആളുകൾ മുസ്ലിം ലീഗിനെ, സമസ്ത കേരള ജമിയത്തുലമയെ മുസ്ലിം ലീഗിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായി ഒരു നിലക്കും ഒരു ബന്ധവും പറ്റൂല എന്ന് പറയുന്ന ആളുകൾ അവസാനം സ്വതന്ത്രമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ശ്രമങ്ങളുമായി ഒരു മുന്നോട്ട് പോയി. എന്നിട്ടോ അത് നടപ്പാകാതെ വന്നപ്പോഴോ പരസ്യമായി മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്നു, ശക്തമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതൊക്കെ അവരെത്ര ശക്തമായി പ്രവർത്തിക്കുമ്പോഴും മുസ്ലിം ലീഗ് ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചപ്പോൾ സത്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തകർന്നു പോകുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടായി.
അത്രത്തോളം മുസ്ലിം ലീഗ് എത്ര വോട്ട് വാങ്ങി വിജയിക്കുന്നുണ്ട് എന്നല്ല നമ്മളെ ലക്ഷ്യം. മുസ്ലിം ലീഗ് തോൽക്കുന്നതോ ജയിക്കുന്നതോ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ അജണ്ട അല്ല. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ ബാനർ ഉപയോഗിച്ച്, സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ കൊടി ഉപയോഗിച്ച് രാഷ്ട്രീയ ശക്തിയെയും തകർക്കാനോ ഒരു രാഷ്ട്രീയ ശക്തിക്കും ആളുകളെ ഉണ്ടാക്കി കൊടുക്കാനോ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയെ ഉപയോഗപ്പെടുത്തരുത്. സമസ്തയുടെ ആളുകൾക്ക് രാഷ്ട്രീയമാകുന്നതിനൊന്നും ഇന്നും വിരോധം പറഞ്ഞിട്ടില്ല. ഇവരുടെ ആളുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ ശക്തനായ പ്രവർത്തകനായിരുന്നു. അന്ന് SSF രൂപീകരണ സമയത്ത് SSF പ്രസിഡന്റായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ മുസ്ലിം ലീഗിന്റെ ചില വേദികളിൽ മഹാനവറുകൾ പങ്കെടുത്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് മഹാനവറുകൾക്കെതിരെ നിരന്തരമായി കത്തുകൾ എഴുതുകയും അത് മഹാനവറുകൾക്ക് മുമ്പിൽ വെച്ച് അത് വായിക്കുക. അവരെന്നെ എഴുതുക, ഓരോരോ പോസ്റ്റിന് അവരെന്നെ കത്തുവിടുക, എന്നിട്ട് അവർ തന്നെ അവിടെ വെച്ച് വായിക്കുക. തങ്ങൾക്കെതിരെ രാഷ്ട്രീയത്തിൽ പാർട്ടിയിൽ പങ്കെടുക്കുന്ന തങ്ങൾ അത് SSF പ്രവർത്തനവുമായി അത് യോജിക്കുന്നതല്ല, അതുകൊണ്ട് തങ്ങളുടെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറല്ല, അത് വളരെ മോശമായി, ഇങ്ങനെ നിരന്തരമായി തങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ട് തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അന്ന് കത്തുകൾ എഴുതി അവർ ആ യോഗങ്ങളിൽ ആ കത്തുകളൊക്കെ വായിച്ച് തങ്ങളെ വളരെ മാനസികമായി പ്രതിസന്ധിയിലാക്കി തങ്ങളെ കൊണ്ട് സ്വയം രാജിവെച്ച് പുറത്തു പോകുന്ന ഗതികേട് തങ്ങൾക്കുണ്ടാക്കി കൊടുത്തത് വരാം. കാരണം എന്താ? രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം ചിന്തിക്കണം. ആ രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ അതിനുശേഷം ഇസ്മായിൽ വഫ അവരുടെ നേതൃത്വത്തിൽ വന്നു SSF സ്റ്റേറ്റ് പ്രസിഡന്റായി. ആ ഇസ്മായിൽ വഫ പിന്നീട് PDPയുടെ സംസ്ഥാന നേതാവായി കേരളത്തിൽ പ്രവർത്തിച്ചു. അല്ലേ? PDPയുടെ സംസ്ഥാന നേതാവായി ഇസ്മായിൽ വഫ പ്രവർത്തിച്ചു. അവരുടെ ഉറ്റത്തോഴൻ, അവരുടെ എല്ലാ വേദികളിലെയും നിറസാന്നിധ്യം, അവരുടെ സംഘടനയുടെ എല്ലാമായിരുന്ന ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അവരുടെ സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷത്തിന്റെ സഖ്യകക്ഷിയായി കാന്തപുരത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. മുള്ളൂർക്കര, ഞാൻ സഖാവാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി ന്യൂനപക്ഷ സെല്ലിലെ അംഗമാണ് ഇന്ന് മുള്ളൂർക്കര. അദ്ദേഹം അതിൽ അഭിമാനിക്കുന്നു. സഖാവാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളൊക്കെ സഖാക്കളാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് പ്രസംഗിച്ച ആളാണ് മുള്ളൂർക്കര. നമ്മൾ പറയുന്നത് ഈ ഇരട്ടത്താപ്പാണ്. ഇരട്ടത്താപ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ പൂർവികരായ നേതാക്കന്മാരുടെ പാത വിട്ടിട്ടൊന്നും സമസ്തയുടെ ഒരു പ്രവർത്തകർ മുന്നോട്ട് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ എന്നത്തെയും വലിയ നേതാക്കന്മാരായിരുന്നു ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് ബാഫക്കി തങ്ങൾ നവറല്ലാഹു മർക്കദയും ബഹുമാനപ്പെട്ട സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദ തങ്ങളും. അല്ലേ? ഇവർ രണ്ടാളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ എല്ലാ കാലത്തെയും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ കാലത്തെയും നേതാക്കന്മാരായിരുന്നു ഇവര്. അവരുടെ മാതൃക പിന്തുടരുക മാത്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും ഒക്കെ ഇന്ന് കേരളത്തിൽ നിർവഹിച്ചിട്ടുള്ളൂ. അവരുടെ മാതൃക, അതിലപ്പുറത്തൊരു മറ്റൊരു വഴി ഇവരാരും സ്വീകരിച്ചിട്ടില്ല. അവരെന്തേ കാണിച്ചു? അവരെങ്ങനെ അവിടെ പ്രവർത്തിച്ചു? ഈ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഈ സമുദായത്തിന്റെ ഉദ്ധരണത്തിന് വേണ്ടി, ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവരിവിടെ കാണിച്ചു തന്ന മാതൃകയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ എല്ലാ പ്രവർത്തകരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളാകണമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമ ആരെയും നിഷ്കർഷിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാകാത്തതിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമ ആരെയും ഒരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ് മഹാനവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ പ്രസിഡന്റായിരുന്നു. മഹാനവറുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ഒരു നിലക്കും യോജിച്ചു പോകാത്ത ആളായിരുന്നു. മുസ്ലിം ലീഗിന്റെ നിലപാടുകളുമായി അദ്ദേഹം സഹകരിക്കാതെ മുന്നോട്ട് പോയിരുന്ന ആളായിരുന്നു. അവരുടെ പല ലേഖനങ്ങളിലും അത് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷംസുൽ-ഉലമ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ഒരു നിലക്കും സഹകരിക്കാതെ മുന്നോട്ട് പോയിരുന്ന എത്രയോ കാലഘട്ടം നമുക്ക് മുമ്പിലുണ്ടായിട്ടുണ്ട്. അന്നും ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെയും ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം ബാഫക്കി തങ്ങളെയും ഒക്കെ വലിയ ബഹുമാനം നൽകുകയും അവരുടെയൊക്കെ നേതൃത്വം, അവരുടെയൊക്കെ ഇസ്ലാമികമായ നേതൃത്വം അംഗീകരിക്കുകയും അങ്ങനെ അവരുടെ നേതൃത്വത്തിന്റെ ബഹുമാനപ്പെട്ട ഷംസുൽ-ഉലമ പ്രവർത്തിക്കുകയും അവരോട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത കാലഘട്ടം നമുക്ക് മുമ്പിലുണ്ട്. അപ്പോ അങ്ങനെ എത്രയോ നേതാക്കന്മാർ നമുക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ മുഴുവൻ മുഷാവറ മെമ്പർമാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോ അനുഭാവികളോ ആകാതെ പ്രവർത്തിച്ച കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്.
ഇന്നും മുഴുവൻ മുഷാവറ മെമ്പർമാരും സമസ്ത കേരള ജംഇയ്യത്തുൽ മുഴുവൻ മുഷാവറ മെമ്പർമാരും ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭാവികളോ നേതാക്കന്മാരോ ആയിട്ടൊന്നല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർക്ക് അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം, അവർക്ക് അവരുടേതായ ചില രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അതും സമസ്തയും തമ്മിലൊരു ബന്ധമല്ല. അതേസമയം ഇവിടെ മറ്റ് സമസ്തയുടെ പേര് പറഞ്ഞ് സമസ്തക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവിടെ ചില രാഷ്ട്രീയ സഖ്യത്തെ വിജയിപ്പിച്ചത് ഞങ്ങളാണ്, ഇവിടെ ചില ആളുകളെ പരാജയപ്പെടുത്തിയത് ഞങ്ങളാണ്. ഒരേ സമയത്ത് പറയാം കുഞ്ഞൂനെ കുത്തിയ ആളുകൾക്ക് വോട്ട് ചെയ്യൂല, ഒരിക്കലും വോട്ട് ചെയ്യൂല. പിന്നെ ജയിച്ചാൽ പറയാം കുഞ്ഞൂനെ കുത്തിയ ആൾക്കാരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ഞങ്ങളാണ്, ഞങ്ങൾ ഈറത്ത് വിട്ടതാണ് അല്ലേ? ഇവരെന്നെ പറയാം കുണ്ടൂർ ഉസ്താദിന്റെ മകനെ കുത്തിക്കൊലപ്പെടുത്തിയ ആളുകൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യൂല. ജയിക്കുമ്പോ പറയാ ഞങ്ങൾ ആ ഈറ തീർത്തതാണ്, കോണിമ ഏറച്ചിട്ടാണ് കുത്തിയതാണ്, അങ്ങനെ അവർ ജയിച്ചത്. ഈ 18 സീറ്റും ഞങ്ങൾ വാങ്ങിക്കൊടുത്തതാണ്. 18 സീറ്റും ഞങ്ങൾ വാങ്ങിക്കൊടുത്തത്. ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേ സ്വരത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യൂല എന്ന് പറയണം അല്ലേ? ജയിച്ച പറയും ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയും. ഭയങ്കര സംഭവമാണല്ലോ ഇത്. ഏതൊരു സ്ഥാനാർത്ഥി എവിടെ ജയിച്ചാലും ഓല, അതാ ഏറ്റവും വലിയ രസം. എവിടെ ആര് ജയിച്ചാലും ഓല, എവിടെങ്കിലും ഒരാൾ ജയിച്ചു കിട്ടിയാൽ മതി, അത് ഓല കൊണ്ടാ. തോറ്റ ഓല് കുത്താത്തതുകൊണ്ടാണ്, തോറ്റ ഓല് കുത്താത്തതുകൊണ്ടാണ്. തോറ്റ ഓല് കുത്താത്തതുകൊണ്ട്, കാരണം അവർക്കെതിരായിരുന്നു. ജയിച്ച പറയും ഈ ജയിച്ച ആൾക്കാരൊക്കെ വലിയ അനുകൂലമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജയിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 20 ആളുകളിൽ 18 ആളുകൾ ഓല് ജയിപ്പിച്ചതാന്ന് പറഞ്ഞത്. ആ 18 ആളുകൾ അനുയായികളല്ലായിരുന്നു അല്ലേ? ഇതിന്റെ നേതൃത്വത്തെ അന്ന് വിജയിച്ചു വന്ന ആളുകളെ കുറിച്ചിട്ടായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത്. എന്ത് പറഞ്ഞിരുന്നത്? നിങ്ങൾ 6 ആളുകളെ കുത്തിയ ആൾക്കാരാണ് ഇവര്, ലീഗുകാരാ കുത്തിയത്. സമസ്തയെ എതിർക്കുമ്പോൾ സമസ്തക്കാരാ കുത്തിയത്, ലീഗിനെ എതിർക്കേണ്ടോർത്ത് വന്ന ലീഗുകാരാ കുത്തിയത് എന്നറിയും. എന്നിട്ട് പിന്നെ അവർക്ക് തന്നെ വോട്ട് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒന്ന് സമ്മതിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറയാൻ, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയാം. അതുപോലെ മനോരമക്കാരൻ ഇയാളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ആർക്കക്കുറി വോട്ട് ചെയ്യാൻ, നിങ്ങൾ ആർക്കക്കുറി വോട്ട് ചെയ്യാൻ? അപ്പൊ അയാളിങ്ങനെ മൂപ്പര് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന പറഞ്ഞത്. എപ്പോ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ സാധാരണ പ്രഖ്യാപിക്കലെന്ന് മൂപ്പര് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുക. മൂപ്പരും കൂടി മനസ്സിലായി ഇത് കഴിഞ്ഞിട്ടേ പ്രഖ്യാപിക്കുള്ളൂ. ഒരാൾ ജയിച്ചു കഴിഞ്ഞ് വന്നാൽ പറയും ഞങ്ങളെ കൊണ്ടാ ജയിച്ചത് അറിയും. നമ്മളെ ഈ NSSന്റെ ഏർപ്പാടാ, ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാ ജയിച്ചത്. ജയിച്ചു വന്ന ഓല, തോറ്റ ഓലോട് കളിച്ചതുകൊണ്ട് എങ്ങനെയുണ്ട്? ഞങ്ങളോട് കളിച്ചിട്ട് എന്താ ചോദിച്ചു? എന്തേ അതൊക്കെ ഒന്നുമില്ല, പാവം. തോറ്റ ബലോട് കളിച്ചതേക്കാരം. ജയിച്ചാൽ ഇവർ വോട്ട് ചെയ്തതായിരിക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച ഓല് പറയും അത് ഞങ്ങളോട് യോജിപ്പുള്ള ആളുകളാണ് ജയിച്ചത്. നിങ്ങളോട് യോജിപ്പായിരിക്കാം വിയോജിപ്പായിരിക്കും ഒന്ന് ആദ്യം പറഞ്ഞാണിന്ന. നിങ്ങളോട് യോജിപ്പായിരിക്കാണ് വിയോജിപ്പായിരിക്കാണ്. ഓരോ വാർഡിലെ ഓരോ പഞ്ചായത്തിലെ ഇന്ന സ്ഥാനാർത്ഥികൾ ഞങ്ങൾ പിന്തുണക്കുന്ന ആളുകളാണ്, ഇന്ന സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങളെ പിന്തുണല്ല ഒന്ന് പറഞ്ഞാണ് നിങ്ങൾ പരസ്യമായി. ആണത്തുണ്ടെങ്കിൽ നാണോ മാനോ ഉണ്ടെങ്കിൽ ഒന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ? കേരളത്തിൽ മത്സരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഏതാകട്ടെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകട്ടെ, കേരള കോൺഗ്രസ് ആകട്ടെ, ഏത് പാർട്ടി ആയാലും കുഴപ്പമില്ല, ആ പാർട്ടികളുടെ ഇന്നാലിന്ന സ്ഥാനാർത്ഥികൾക്കാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് കാണണല്ലോ. നിങ്ങളെ പിന്തുണ എന്ന് കാണല്ലോ. എന്തിനാ നിങ്ങളെ പിന്തുണ? നിങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥിനെ നിർത്തിയപ്പോ സ്ഥിതി എന്താ? അപ്പൊ ഇ ടി മുഹമ്മദ് ബഷീർ ജയിച്ചു. അപ്പൊ പറഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീറിനെ ജയിപ്പിച്ചത് ഞങ്ങളാണ്. സ്വന്തം സ്ഥാനാർത്ഥി നിന്നിട്ട് ഇ ടി മുഹമ്മദ് ബഷീറിനെ ജയിപ്പിക്കുക ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ അല്ലേ? ഭയങ്കര വിജയിപ്പിക്കലാണല്ലോ. എങ്ങനെ നിങ്ങൾ ആൾക്കാർ ഉറക്കത്തിൽ വിശ്വസിക്കും? അവനാന്റെ സ്വന്തം സ്ഥാനാർത്ഥി നിൽക്കുക, സലാത്ത് നഗറിൽ വെച്ച് ദുആ ചെയ്യുക അല്ലേ? കുണ്ടൂർ ഉസ്താദ് യാ MP എന്ന് വിളിക്കുക, മലക്കിറങ്ങി വോട്ട് ചെയ്യുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ തോൽക്കുക. അപ്പൊ പറയും ഇ ടിയെ ജയിപ്പിച്ചത് ഞങ്ങളാണ്. സത്യത്തിൽ നിങ്ങളിതൊരു ഡോക്ടർ, മാനസിക ഡോക്ടറെടുത്ത് പോയിങ്ങാണ്ട് ഉസ്താദ് അവിടെ അങ്ങനെ ഇരുന്നുകാണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ നിങ്ങളെ ഷോക്ക് അടുപ്പിക്കാനുള്ള ഏർപ്പാട് ആ ഹോസ്പിറ്റലിലെ ആൾക്കാർ ചെയ്തോളൂ. വേറെ ഒന്നും നിങ്ങൾ പറയണ്ട, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ ജയിപ്പിച്ചത് ഞാനാണ് എന്ന് ഉസ്താദ് പോയി പറഞ്ഞാൽ, ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞിട്ട് അവിടെ വെച്ച് ഷോക്ക് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ ഞാനാണ് തരാം.
ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ അല്ലെങ്കിൽ മാനസികാരോഗ്യ ഡോക്ടറുമായി വൈദ്യനുമായി ഉസ്താദ് ഈ കാര്യം വെറുതെ ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഷോക്ക് അടിപ്പിക്കാതെ തിരിച്ചു വിടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ അവിടെ എത്തണ്ടി അതിലുണ്ട് നിങ്ങൾക്ക്. സത്യത്തിൽ ഇതാണ് പിരാന്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഭ്രാന്തന്മാരാക്കുക, ഒപ്പമുള്ള അനുയായികളെ ഭ്രാന്തന്മാരാക്കുക. ഇതിൽ രണ്ടിലൊന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, എന്താ കുണ്ടൂരിന്റെ കറാമത്തോ MP എന്ന് വിളിച്ചു ഇനി രക്ഷല്ല എന്നാ പറഞ്ഞത്. രക്ഷല്ല, നീ MP ആകല്ല, ഞാൻ രക്ഷല്ല എന്ന് പറഞ്ഞ കാര്യം ശരിയായിരുന്നു. കാരണം അയാൾക്ക് ഒരിക്കലും ജയിക്കാല്ല, പിന്നെ തോൽപ്പിക്കില്ല. നേരെ ഓപ്പോസിറ്റാണ് ഇവരെ കറാമത്ത് വരിക അല്ലേ? മുസൈലിമത്തുൽ കദ്ദാബിന്റെ കറാമത്താണല്ലോ ഇവർക്കുള്ളത്. നേരെ ഓപ്പോസിറ്റാ വരിക അല്ലേ? MP എന്ന് വിളിച്ചു ഇനി ഒരു രക്ഷയില്ല എന്നാ പറഞ്ഞത്. നമ്മള് ഇനിയിപ്പോ എങ്ങനെങ്കിലുമൊക്കെ ജയിക്കാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ ഇനി ഒരു രക്ഷയില്ല. അപ്പൊ എന്ത് ചോദിച്ചു, മറ്റയാള് MP എന്ന് വിളിച്ചു പോകും. അതുകൊണ്ട് അല്ലെങ്കിലൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ചിലപ്പോ ജയിക്കാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പല്ലേ, രണ്ടും സംഭവിക്കാലോ. ജയിക്കാനും പറ്റും തോൽക്കാനും പറ്റുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ മാതിരി ഒരു തെരഞ്ഞെടുപ്പാവുമ്പോൾ ചിലപ്പോൾ ജയിക്കാനും തോൽക്കാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ ഇനി രക്ഷല്ല. കാരണം എന്താ, MP എന്ന് വിളിച്ചു പോകണു. MPയുടെ സ്ഥിതി ഇപ്പൊ എന്താ? മൂപ്പര് പോയിങ്ങാണ്ട് കോട്ടും കുപ്പായൊക്കെ ഉണ്ടാക്കിയാണ്ട് ഏതായാലും MP എന്ന് വിളിച്ചതല്ലേ, എന്തായാലും മൂപ്പര് പോയി ചരിത്ര അധ്യാപകം കുറെ ഹിന്ദിയൊക്കെ പഠിച്ച് മൂപ്പര് അതിന് വേണ്ട കോട്ടും കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കിയിരുന്നു. MP എന്ന് വിളിച്ചിട്ട് എന്താ സ്ഥിതി? മൂപ്പരവിടെ പാർലമെന്റിലേക്ക് പോയോ? അതാരൊരാൾ പാർലമെന്റിൽ പോയി മാറിയിരുന്നു എന്നൊക്കെ പറഞ്ഞ മൂപ്പരേറ്റ് അള്ളാഹുവായാലും. ഏതായാലും 72,000 വോട്ടിന്റെ ഭൂരിപക്ഷം മലായിക്കത്തിറങ്ങി വോട്ട് ചെയ്യുന്ന എന്താ സംഭവം അല്ലേ? എവിടുന്നാ ദ്വാരുന്നത്? എവിടുന്നാ ദ്വാ ചെയ്തത് എന്നാലോചിച്ചാ നിങ്ങള്? സലാത്ത് നഗർന്ന് എന്താണ് ദ്വാരുന്നാലും ജീവൻ പോയി കിടക്കുന്ന ആള് നീച്ചിന് വരികയല്ലേ? 2 കാലും തളർന്ന ആള് നീച്ചിന് വരിക. എന്താ സംഭവം എന്നാലോചിച്ചാ നിങ്ങള് അല്ലേ? 2 കാലും തളർന്ന ആള്, ജീവിതത്തിൽ നീക്കാത്ത ആളുകൾ, ജീവിതത്തിൽ സംസാരിക്കാത്ത ആൾക്കാർ സംസാരിക്കുക, ജീവിതത്തിൽ പിന്നെ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ എണീറ്റ് നിൽക്കുക. അങ്ങനെ ഏറ്റവും അത്ഭുത സിദ്ധികൾ നിറഞ്ഞ സലാത്ത് നഗറിൽ വെച്ച് കണ്ടൊരു ദുആ. ഇനി പിന്നെ വേറെന്തെങ്കിലും വേണോ? ലോകത്ത് എല്ലാവിധ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ അടവും അല്ലേ, 18 അടവും പമ്പരം പാച്ചിലും പിന്നെ കുത്തിത്തിരിപ്പും പിന്നെ നുള്ളിപ്പൊളിച്ചിലും അടക്കം അവരെ കൊണ്ട് കഴിയാവുന്നത് മുഴുവൻ ചെയ്തു. എന്നിട്ടോ ഇതടക്കുന്നു. എന്നാ അതിനേക്കായും വോട്ടിട്ട് ആർക്ക്? ഇയാളെ പിന്തുണ ഇല്ലാതെ മത്സരിച്ചപ്പോ ET മുഹമ്മദ് ബഷീറിന്റെ എതിർ സ്ഥാനാർത്ഥി ഇയാളെ പിന്തുണയൊന്നും ഇല്ലാതെ ഒരു കോൺഗ്രസ് എന്നൊരാൾ വന്നിട്ട് മത്സരിച്ചപ്പോ അതിനേക്കായും വോട്ടിട്ട്. എന്റെ 30 പേര് കോൺഗ്രസ്സുകാരനായ അയാൾ ET മുഹമ്മദ് ബഷീറിന് എതിരെ മത്സരിച്ചപ്പോ അതിനേക്കായും വോട്ടിട്ടി. അപ്പൊ ഇയാളെ പിന്തുണയോടുകൂടി ഇയാളെ സ്വന്തം സ്ഥാനാർത്ഥി, അപ്പൊ ആ സമയത്ത് ഇയാൾ ET മുഹമ്മദിനെ പിന്തുണന്ന് പറഞ്ഞത്. അപ്പൊ ET മുഹമ്മദ് ബഷീറിനെ പിന്തുണ. ആ സമയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിനോട് എതിരെ മത്സരിച്ചപ്പോ, കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചപ്പോ ET മുഹമ്മദ് ബഷീറിന് ആരോട് മത്സരിച്ചത്ര വോട്ടിട്ടില്ല? ഹുസൈൻ രണ്ടത്താണി സാഹിബിനോട് മത്സരിച്ച വോട്ടിട്ടില്ല. അപ്പോ ഇവരുടെ വോട്ടിന്റെ ഒരു പിന്നെ ശതമാനം, അതിന്റെ ഒരു മൂല്യം മനസ്സിലായില്ലേ? എന്നിട്ട് പറയപ്പോ സമസ്ത ആൾക്കാരെ തോൽപ്പിക്കും. അള്ളാഹു നിങ്ങളെ നാവുകൊണ്ട് തന്നെ അത് പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളെ വിജയിപ്പിക്കും, സുന്നികളെ ഞങ്ങൾ വിജയിപ്പിക്കൊള്ളൂ എന്ന് പറഞ്ഞ നിങ്ങളെ കൊണ്ട് അള്ളാഹു സുന്നികളെയാണ് ഞങ്ങൾ പരാജയപ്പെടുത്തുന്നത് പറഞ്ഞല്ലോ, പറയിപ്പിച്ചല്ലോ. ഈ പൊതുസമൂഹം കേട്ടല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ മുഖ്യ ശത്രു ആരാ? സുന്നികള്. നിങ്ങൾ വിജയിപ്പിക്കാൻ പോണതാരെ? മുജാഹിദിനെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അമീർ സാഹിബെ, ആ ക്ലിപ്പുകളൊക്കെ ഉണ്ടോ? ഇയാള് മുടിനെ കുറിച്ച് ചോദിക്കുന്ന രംഗുണ്ട്, അത് കേട്ടങ്ങള്? അതിലെ കുട്ടികൾ കമന്റ് ഇട്ടിരുന്നു, പറച്ചോനെ ഈ നികേഷിന്റെ ചോദ്യത്തിന് മുമ്പിലും കൂടി മറുപടി പറയാൻ കഴിയാത്ത ആളുകൾ ഈ മുടിയുമായി ഇയാൾ എങ്ങനെ നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തെ അഭിമുഖീകരിക്കുക? നികേഷിന്റെ ചോദ്യത്തിന് മുമ്പ് തന്നെ മറുപടി ഇയാളാകണം അന്തം മുട്ടിലെ തൊള്ളയിലെ വെള്ളക്കണ് പറ്റി. ഇത് പറഞ്ഞേക്ക് ഇയാളാകെ ഇയാളില്ല ഇൻട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഇയാൾക്ക് മുണ്ടാട്ടം വരുന്നില്ല. പിന്നെ ഇയാളിങ്ങനെ കുട്ടി ആ സാറ് അതിപ്പോ കുട്ടികൾ ഇപ്പോഴും ധാരണ എന്താ? കുട്ടികളെ പൂതി ഇപ്പോഴും പള്ളി ഉണ്ടാക്കുന്ന എവിടെ? പള്ളി ഇവിടെ അല്ല. പള്ളി നോളജ് സിറ്റിയിലുണ്ടാക്കണത് വിശ്വസിച്ച് നടക്കുക. നോളജ് സിറ്റിയിൽ പള്ളി
ഉണ്ടാക്കണം. അത് ഞങ്ങൾ കോഴിക്കോട് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, കോഴിക്കോട് ഉണ്ടാക്കണത്. നോളജ് സിറ്റിയിൽ പള്ളി ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പോഴും മൂപ്പർ പറയില്ല. ഇപ്പൊ നോളജ് സിറ്റി ഉണ്ടാക്കിയില്ലേ എന്ന് വെച്ചിട്ട് നടക്കുന്നത്. ഞങ്ങൾ നോളജ് സിറ്റി ഉണ്ടാക്കിയില്ലേ, നോളജ് സിറ്റിക്കെതിരെ എന്നേ ഞങ്ങൾ രംഗത്ത് വന്നു. നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച നടന്നത് നോളജ് സിറ്റി നിങ്ങളാണ്, ഞങ്ങൾ നോളജ് സിറ്റി ഉണ്ടാക്കുന്ന രംഗത്ത് വന്നത്. ഞങ്ങൾ നോളജ് സിറ്റി ഉണ്ടാക്കാൻ പോകുന്നു. സത്യത്തിൽ നോളജ് സിറ്റി ഉണ്ടാക്കാൻ ഞങ്ങൾ പോയിരുന്നത് നിങ്ങൾ ഷെയറെ മുബാറക്ക് മസ്ജിദ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളിവിടെ ചർച്ച നടത്തിയത്. ഷെയറെ മുബാറക്ക് മസ്ജിദ് ഇപ്പൊ എവിടെ? ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് കളിക്കും അല്ലേ? ഷെയറെ മുബാറക്ക് മസ്ജിദ് എവിടെ? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോളജ് സിറ്റി ഉണ്ടാക്കുന്നുണ്ട്. നോളജ് സിറ്റി ഞങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ പറഞ്ഞില്ലേ? ഇതൊക്കെ നിങ്ങൾ തന്നെ വെറുതെ രംഗത്ത് കൊണ്ടുവന്നത്. നോളജ് സിറ്റി ആയത് ഞങ്ങളെ ലക്ഷ്യമല്ലല്ലോ. നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റു ചർച്ചകളാണ് നടക്കുന്നത്. അത് അവിടുത്തെ പ്രദേശവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഗ്രീൻ ബെൽറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റുമൊക്കെയാണ് അവിടെ ഉള്ള പ്രശ്നം. അല്ലാതെ അവിടെ ഞങ്ങൾ ഷെയറെ മുബാറക്ക് മസ്ജിദ് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ അനുയായികളൊക്കെ മനസ്സിലാക്കിക്കണം നിങ്ങൾ അവിടെ പള്ളി ഉണ്ടാക്കുകയാണെന്നാ, അവിടെ നടക്കുന്നത് പള്ളിപ്പണിയാണെന്ന ഭാഗങ്ങൾ കരുതിക്കുന്നത്. ഇന്നലെ ഉസ്താദ് പറയുന്ന സമയത്താണ് അല്ലെങ്കിൽ മിഞ്ഞാന്ന് ഉസ്താദ് പറയുമ്പോഴാണ് അവിടെ പള്ളി ഉണ്ടാക്കണില്ല എന്ന് ഇവർക്ക് മനസ്സിലായത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ക്ലിപ്പുകളൊന്ന് കേൾക്കാം. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ. ഒന്ന്, പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി തങ്ങൾ വേറെ, കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ ഇല്ല. പള്ളി തങ്ങൾ വേറെ, കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ. അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഉടനെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആധാർ എന്ന് പറയുന്ന അറബിയിൽ ഈ ആധാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും. അത് പള്ളിയിലല്ല, അത് പള്ളിയോടനുബന്ധിച്ച് സ്പെഷ്യൽ കെട്ടിടത്തിൽ അതെല്ലാം തിരുശേഷിപ്പുകൾ മുഴുവനും വരും. തിരുശേഷിപ്പുകളൊക്കെ വെച്ചുള്ള ഒരു പള്ളിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് ചോദിച്ചത്. അതിൽ നിന്ന് പിന്മാറുന്നില്ല. എന്തായാലും ഒരിക്കലും പിന്മാറില്ല. അതിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്ദി. താങ്ക് യു. എന്താ പേര് പറഞ്ഞത് അല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖസ്റജ് കുടുംബത്തിൽ നിന്നുള്ള തിരികേശം വന്നപ്പോൾ സൂക്ഷിക്കാൻ 40 കോടിയുടെ പള്ളി. നേരത്തെ 7 വർഷം മുമ്പ് ലഭിച്ച നിസ്കാരപ്പള്ളി പോലുമില്ല. ജനങ്ങളെ അറിയുക, ഇത് ആക്ഷേപമാണ്. എന്ത് പറ്റിപ്പോയിക്കൂട്ടർക്ക് തിരികേശം സൂക്ഷിക്കാൻ 40 കോടിയുടെ പള്ളി തന്നെ വേണം എന്ന് ആരോ അവകാശപ്പെട്ടതുപോലെ തോന്നുന്നല്ലോ. അങ്ങനെ ഒരു പ്രശ്നമില്ലേ കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. തെറ്റിദ്ധരിക്കേണ്ട വസ്തുത ഇതാണ്. കോഴിക്കോട് വിശാലമായ സൗകര്യങ്ങളുള്ള നല്ലൊരു പള്ളി വേണമെന്ന് ഉസ്താദിന്റെ ദീർഘകാലത്തെ ആഗ്രഹമാണ്. 10 വർഷമെങ്കിലുമായി ഈ ലേഖകൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. നഗരത്തിലെ പള്ളികളെല്ലാം ഇടുങ്ങിയതും സൗകര്യങ്ങൾ നന്നേ കുറഞ്ഞതുമാണ്. മാന്യമായി വിസർജന ശുചീകരണങ്ങൾ നടത്താൻ സൗകര്യമില്ല. അംഗശുദ്ധി വരുത്താനുള്ള ഇടങ്ങൾ നന്നേ പരിമിതമാണ്. വിദേശത്ത് നിന്ന് അതിഥികൾ വന്നാൽ അവർ ഹോട്ടലിൽ അംഗശുദ്ധി വരുത്തണം. പാർക്കിംഗ് സൗകര്യമാണ് മറ്റൊരു പ്രശ്നം. വാഹനവും കൊണ്ട് നഗരത്തിൽ വന്നാൽ ഒന്നുകിൽ ജുമാ പോകും, അല്ലെങ്കിൽ വാഹനം ട്രാഫിക് പോലീസുമാർ കൊണ്ടുപോകും. വിദഗ്ധക്കാരുടെ പള്ളികൾ കാലിയായി കിടക്കുന്നുണ്ടാകാം. നഗരത്തിലെ സുന്നി പള്ളികളെല്ലാം സാധാരണ ജമാഅത്തിനു തന്നെ വൻ തിരക്കാണ്. 1ഉം 2ഉം നിലകളിൽ വരെ ആളുകളുണ്ടാവും. ജുമാഅത്ത് പള്ളി മുറ്റവും റോഡും നിറയും. റമദാനിലാകുമ്പോൾ പറയാനുമില്ല. പഴയ കാലമല്ല, ട്രാഫിക് തടസ്സമുണ്ടാക്കും വിധം പള്ളികൾ
അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് സാമൂഹിക പ്രശ്നമാകും. ഇക്കാരണങ്ങളിലാണ് വലിയൊരു പള്ളി എന്നൊരു സ്വപ്നം നാം വിട്ടത്. രാജ്യത്തിന്റെ പുറത്തേക്ക് നിരന്തരമായി സഞ്ചരിക്കുന്ന ഉസ്താദ് ഗൾഫിലും ലോകത്തിന്റെ പല ഭാഗത്തും നല്ല പള്ളികൾ കാണുമ്പോൾ അങ്ങനെയൊന്ന് എന്റെ നാട്ടിലും ഉണ്ടാകണമെന്ന് തോന്നിയത് ഒരു കുറ്റമാണോ? എങ്കിൽ ഈ കുറ്റത്തിന് അദ്ദേഹത്തെ നാടുകടത്താം. നോളജ് സിറ്റിയുടെ പദ്ധതി വന്നപ്പോൾ അതിന്റെ ഭാഗമായി ഇങ്ങനൊരു പള്ളി രൂപകൽപ്പന ചെയ്തു. കഴിഞ്ഞ മർക്കസ് സമ്മേളനവും റബീഉൽ അവ്വൽ ഷെഹറെ മുബാറക്ക് പരിപാടിയും കഴിഞ്ഞപ്പോൾ നിർദ്ദിഷ്ട പള്ളി ഷെഹറെ മുബാറക്കിന്റെ പേരിലാകാമെന്ന് ധാരണയായി. ഇതാണ് കാര്യം. ഇതിനൊരു പൊടിപ്പും തൊങ്ങലും വെക്കേണ്ട. ഇത് പറഞ്ഞു നെഞ്ചത്തടിച്ച് കരയുകയും വേണ്ട. ഒന്നിന് 40 കോടിയും മറ്റേതിന് 40 കോടിയും മറ്റേതിന് 40 രൂപയുടെ ഭിത്തി പോലുമില്ല എന്നൊക്കെ തൊണ്ടകീറി വ്യാഖ്യാനിക്കുകയും വേണ്ട. ഗ്രാൻഡ് മസ്ജിദ് മർക്കസിലെ 3 ഷെഹറെ മുബാറക്കുകൾക്കും വേണ്ടിയുള്ളതാണ്. അന്ന് എന്തുകൊണ്ടുണ്ടാക്കിയില്ല എന്ന് എന്തുകൊണ്ടുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കെണിഞ്ഞൊരു ചോദ്യം തന്നെയാണ്. എങ്ങനെ നോളജ് സിറ്റിയുടെ പദ്ധതി വന്നപ്പോൾ അതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പള്ളി രൂപകൽപ്പന ചെയ്തു. അപ്പൊ ഷെഹറെ മുബാറക്ക് മസ്ജിദ് എന്ന പള്ളി പിന്നെ ഈ മുടി വന്ന ശേഷം നമ്മൾ ഉദ്ദേശിച്ച പള്ളിയല്ല. പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചത്? അത് കോഴിക്കോട് അങ്ങാടിയിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും അവിടെ അംഗശുദ്ധി വരുത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടും ഒരു വലിയ പള്ളി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. അറബികൾക്ക് മൂത്രമൊഴിക്കാൻ അല്ലേ? അങ്ങനെ തീരുമാനിച്ചപ്പോ നോളജ് സിറ്റി പദ്ധതി വന്നു. അപ്പൊ അതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പള്ളി രൂപകൽപ്പന ചെയ്തു, നോളജ് സിറ്റിയുടെ ഭാഗമായിട്ട്. എന്നിട്ടോ അപ്പോഴാണ് ഷെഹറെ മുബാറക്ക് അദ്ദേഹത്തിന്റെ കൈകളിൽ വന്നത്. അപ്പൊ ഷെഹറെ മുബാറക്ക് വന്നപ്പോൾ ഏതായാലും അതും ആ പള്ളിന്റെ ഉള്ളിൽ തന്നെ വെക്കാം, പള്ളിയുടെ പേരെന്താക്കാം? ഷെഹറെ മുബാറക്ക് മസ്ജിദ് എന്നാക്കുകയും ചെയ്യാം. ഏത് പള്ളിയുടെ? നോളജ് സിറ്റിന്റെ നടുക്കുള്ള പള്ളി. നോളജ് സിറ്റി എവിടെ വരേണ്ടത്? കോഴിക്കോട് നോളജ് സിറ്റി വരുമ്പോൾ അതിന്റെ ഉള്ളിലെ പള്ളി, അതിന്റെ ഉള്ളിലൊരു പള്ളി. ആ പള്ളിയുടെ പേരോ ഷെഹറെ മുബാറക്ക് മസ്ജിദ്. ഇതേതാണ് പത്രം? സിറാജ് ദിനപത്രം. ആരാണ് ഇതിന്റെ മുതലാളി? കാന്തപുരം എ പി അബൂബക്കർ വലിയത് അല്ലേ? ഇത് നിങ്ങളെ പത്രത്തിൽ വന്നതാണ് സുഹൃത്തെ. ഇനി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആ വാക്കുകൾ ഒന്നും കൂടി നിങ്ങൾ കേട്ടോക്കും, എന്നിട്ട് ഇതൊന്ന് കളിക്കും. അടച്ച തമ്പുരാനെ, അന്നത്തെ ഈ പത്രമൊക്കെ എടുത്തു വെക്കാനൊരു തോഫീക്ക് നമുക്ക് തോന്നിയത് ഇവർ പറഞ്ഞത് മുഴുവൻ. ഇനിയിപ്പോ ഈ റെക്കോർഡ് നമ്മൾ റെക്കോർഡാക്കി വെച്ചില്ലെങ്കിൽ സ്ഥിതിന്റെ കാരണം ഇത് പറഞ്ഞത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ അല്ലെ? അന്ന് പത്രത്തിൽ എഴുതി വിട്ടതാണ്. എഴുതുമ്പോ ആലോചിക്കണ്ടേ? എന്തെങ്കിലും എഴുതുമ്പോ എന്തെങ്കിലും എഴുതുക, പറയുമ്പോ എന്തെങ്കിലും പറയുമ്പോ ചെയ്യുമ്പോ എന്തെങ്കിലും ചെയ്യുക. ഇതാണ് ഇവരാകെയുള്ള ഏർപ്പാട്. ഒന്നുകൂടി ആ വാക്കുകൾ കേൾക്കും, എന്നിട്ട് ഇവരുടെ പത്രം ഒന്ന് വായിക്കും. എന്തായാലും നുണ പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? ഇത് ഏതെങ്കിലും ഒന്ന് നുണയണമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. കേൾക്കും. പത്രത്തിൽ വന്നത് മാത്രമല്ല, ഇതിന് ഒരു പുസ്തകം കൂടി ഉണ്ടാക്കിയവര് ON തരുവണ. ഷെഹറെ മുബാറക്ക് വിമർശനങ്ങൾക്ക് മറുപടി. പത്രത്തിലെ ഈ പിന്നെ ലേഖനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ഒരു പുസ്തകമാക്കി അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. ഇനി കേൾക്കി ഒന്നുകൂടി. ഷേഖ് സാഹിബില്ലേ? അല്ല, ഷേഖ് മച്ചില്ലേ? ഓക്കെ, ഒന്നുകൂടി കേൾക്കി. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് ഘട്ടത്തിന്റെ പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ വളരെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആധാർ എന്ന് പറയുന്ന അറബിയിൽ ഈ ആധാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും. അത് പള്ളിയിലല്ല, അത് പള്ളിയോടനുബന്ധിച്ച് സ്പെഷ്യൽ കെട്ടിടത്തിൽ അതെല്ലാം തിരുശേഷിപ്പുകൾ മുഴുവനും വരും. തിരുശേഷിപ്പുകളൊക്കെ വെച്ചുള്ള ഒരു പള്ളിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് ചോദിച്ചത്. അതിൽ നിന്ന് പിന്മാറുന്നില്ല. എന്തായാലും ഒരിക്കലും പിന്മാറില്ല.
എന്നാലല്ല അതിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്ദി. പ്രവർത്തനം മന്ദീഭവിക്കുകയൊക്കെ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ രക്ഷകൾ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തനം മന്ദീഭവിക്കുകയൊക്കെ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. അല്ല കാക്ക, അപേക്ഷ കൊടുത്തിട്ടല്ലേ കാത്തിരുന്നിട്ട് അപേക്ഷ കൊടുക്കുക. ഈ കാക്ക എന്താ സത്യത്തിൽ അസുഖങ്ങളൊന്നും ആലോചിച്ചൊക്കെയാണ് അല്ലേ? ഞമ്മളൊക്കെ എന്തെങ്കിലും അപേക്ഷ കൊടുത്തിട്ടല്ലേ കാത്തിരിക്കുക അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. ഇയാൾ ആദ്യം കാത്തിരിക്കുക ചെയ്തത്. കുറച്ചു കാലം ഞങ്ങൾ കാത്തിരുന്നു, പിന്നെ ഞങ്ങൾ അപേക്ഷ കൊടുത്തുക്കണു. അല്ല ഈ മനുഷ്യന് സത്യത്തില് ഇയാൾ അനുയായികൾ SSF ഇയാൾ കൊടുന്ന മുടിയെ പോലെ അംഗീകരിക്കണം. ഈ വള്ളന്റെ പോലെ കുടിക്കണമെന്ന് ആലോചിച്ചോക്കാണ് നിങ്ങൾ. ആദ്യം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കാത്തിരുന്നു, പിന്നെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ഇവരാദ്യം 9 മാസം കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും പറഞ്ഞാൽ അവരാദ്യം 9 മാസം കാത്തുക്കുന്നത്. 9ാമത്തെ മാസമാണ് വലിയ പണി നോക്കുക. കാരണം അപ്പൊ പൊറുന്ന് എഴുതിയിട്ട് ആദ്യം അപേക്ഷ കൊടുക്കല്ലേ. സാധാരണഗതിയിൽ ആർക്കും കേട്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ. ആദ്യം ഒരാൾ അപേക്ഷ കൊടുക്കണ്ടേ, എന്നിട്ടല്ലേ അപേക്ഷ എന്താവുള്ളൂ എന്ന് കാത്തിരിക്കാൻ പറ്റുള്ളൂ. ഒന്നും കൂടി വെച്ചാണ്. ഷാക്ക് മച്ചിങ്ങൽ കേൾക്കുന്നുണ്ടോ? ഷാക്ക് മച്ചിങ്ങൽ കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടി വെക്കിയത് ആ കാത്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രവർത്തനം മന്ദീഭവിക്കുകയൊക്കെ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ വളരെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആധാർ എന്ന് പറഞ്ഞ അറബിയിൽ ഈ ആധാറുകൾ പ്രവാചകരുടെ അല്ല, അതിപ്പോ പല അതിപ്പോ അല്ലേ മുഖ്യ ചെയ്യുള്ളൂ. പഴയ കാലത്ത് മറ്റേ കോൺഗ്രസ്സുകാര് EMS കേരളം ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരുടെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അരി ചോദിച്ചാൽ ബബ്ബബ്ബ, തുണി ചോദിച്ചാൽ ബബ്ബബ്ബ. ഇയാളിപ്പോ മുടി ചോദിച്ചാൽ ബബ്ബബ്ബ, പള്ളി ചോദിച്ചാൽ ബബ്ബബ്ബ, മതിയല്ലേ? എന്ത് ചോദിച്ചാലും ബബ്ബബ്ബയാണല്ലോ. അന്ന് EMSനെ കളിയാക്കിട്ടാ പിന്നെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം ഉണ്ടായത്. അരി ചോദിച്ചാൽ ബബ്ബബ്ബ, തുണി ചോദിച്ചാൽ ബബ്ബബ്ബ. ഈ ബബ്ബബ്ബ അടിയൊക്കെ നിർത്തിക്കൂടെ കാക്ക? അപേക്ഷ കൊടുത്തിട്ട് കാത്തുക്കണിന് മുതൽ ഇയാൾ കാത്തു നിന്നിട്ട് അപേക്ഷ കൊടുക്കുക. കുറെ ഞങ്ങൾ കാത്തു നിന്നു, പിന്നെ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തിട്ടല്ലേ കാത്തു നിൽക്കുക? ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നിട്ട് ഇപ്പോഴും ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് ഇദ്ദേഹത്തിന്റെ പത്രത്തിൽ ഇദ്ദേഹം എഴുതി വിട്ടതല്ലേ? പറയട്ടെ, നോളജ് സിറ്റിയുടെ പദ്ധതി വന്നപ്പോൾ അതിന്റെ ഭാഗമായി ഇങ്ങനൊരു പള്ളി രൂപകൽപ്പന ചെയ്തു. ഇപ്പൊ ഇയാളെന്ത് പറഞ്ഞു? നോളജ് സിറ്റിയിൽ ആ പള്ളി ഉണ്ടെന്നല്ലാതെ പറഞ്ഞു. ആ വാളെന്ന് വെച്ചാണ് ഷാക്ക് മച്ചിക്കലെ അതെന്ന് വെച്ചാണ് നോളജ് സിറ്റിയുടെ ഭാഗമായിട്ട് ആ പള്ളി ഉണ്ട് എന്നല്ലാന്ന് പറഞ്ഞു വെച്ചാണ്. നമ്മളെ നൂറുദ്ദീൻ തങ്ങൾ എത്തിയിട്ട് നൂറുദ്ദീൻ തങ്ങളെ ക്ലിപ്പുകൾ ആ ഭാഗമൊക്കെ ഓഡിയോ പിന്നെ വീഡിയോ ക്ലിപ്പുകളായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നൂറുദ്ദീൻ തങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ലേ? ആ ബബ്ബൊക്കെ ഒന്ന് അയാളെ മുഖമൊക്കെ പാടെ ഈ ചോദ്യം ചോദിച്ചപ്പോണ്ടല്ലോ വല്ല ആകം കിട്ട് മൂപ്പര മുഖമൊക്കെ പാടം കിട്ട് കരിവാളിച്ച് മൂപ്പര ആ പിന്നെ ഇൻട്രസ്റ്റ് ഒക്കെ ആകെ നഷ്ടപ്പെട്ടിട്ട് ചോദിക്കൂലെന്ന് എഴുതിയിട്ടിരുന്നതേ കാര്യം മൂപ്പര പോയി നമ്മൾ മാത്രമേ ചോദിക്കുള്ളൂ എന്നാണ് എഴുതിയത്. ഇതെല്ലാരും ചോദിക്കും കാക്ക. അതൊക്കെ കേട്ടാ നിങ്ങള്
പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി വേറെ. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അക്കാര്യത്തിലൊരു അപ്പൊ കാക്ക ഇതിന് പള്ളില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നോളജ് സിറ്റിയുടെ പദ്ധതി വന്നപ്പോൾ അതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പള്ളി രൂപകൽപ്പന ചെയ്തു എന്ന് പറഞ്ഞ പള്ളിയോ? ആ പള്ളി തന്നെ 3 കേശം വെക്കുന്ന നോളജ് സിറ്റിയുടെ പദ്ധതി വന്നപ്പോൾ അതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പള്ളി രൂപകൽപ്പന ചെയ്തു. കഴിഞ്ഞ മർക്കസ് സമ്മേളനവും റബീഉൽ അവ്വലിന്റെ ഷഹർ മുബാറക്ക് പരിപാടിയും കഴിഞ്ഞപ്പോൾ നിർദ്ദിഷ്ട പള്ളി ഷഹറെ മുബാറക്കിന്റെ പേരിലാകാം എന്ന് ഒരു ധാരണയായി. ഇതാണ് കാര്യം. ഇതിനൊരു പൊടിപ്പ് തൊങ്ങലും വെക്കേണ്ട. ഇത് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുകയും വേണ്ട. ഒന്നിന് 40 കോടിയും മറ്റേതിന് 40 രൂപയുടെ പോലുമില്ല എന്നൊന്നും തൊണ്ട കീറി വ്യാഖ്യാനിക്കുകയും വേണ്ട. ഗ്രാൻഡ് മസ്ജിദ് മർക്കസിലെ 3 ഷഹറെ മുബാറക്കിനും വേണ്ടിയുള്ളതാണ്. മർക്കസിലെ 3 ഷഹറെ മുബാറക്കിനും വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കുന്നതെന്നും ആ പള്ളി നോളജ് സിറ്റിയുടെ ഭാഗമായിട്ടാണെന്ന് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചു വായിച്ചാണ് ഈ കാക്കാന്റെ വർത്താനം. നോളജ് സിറ്റിയുടെ ഭാഗമായിട്ട് പള്ളി ഇല്ലേനും ആ പള്ളിയിലോട്ട് കേശം വെക്കൂല്ല അല്ലേ? ഇത് എന്താ നിങ്ങൾ 100% സുഹൃത്തി ഞങ്ങളെ ആ വീഡിയോ ഉണ്ടെങ്കിൽ അതില് ആ വീഡിയോ അല്ലേ ആ ഭാഗം ആ വീഡിയോ ഒന്ന് കേൾപ്പി ഷാക്ക് മച്ചിങ്ങലിന്റെ കണ്ടോ? അല്ലെങ്കിൽ നൂറുദ്ദീൻ ഞങ്ങൾ ആ വീഡിയോ വെച്ചിട്ടൊന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? എന്താ രസങ്ങളെന്ന് ആലോചിക്കാൻ. 3 കാര്യമാണിതില്. ഒന്ന്, സിറാജ് ദിനപത്രത്തിൽ എഴുതിയത് നോളജ് സിറ്റിയുടെ ഭാഗമായിട്ടാണ് പിന്നെ ഒരു പള്ളി ഉണ്ടാക്കുന്നത്. ആ പള്ളിയുടെ പേരാണെന്ത്? ഷഹറെ മുബാറക്ക് മസ്ജിദ്. ആ പള്ളിയാണ്. ആ പള്ളി എന്തിനാണ്? ആ ഗ്രാൻഡ് മോസ്ക് എന്തിനുള്ളതാണ്? മർക്കസിലെ 3 കേശങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഇയാൾ പറഞ്ഞതോ നേരെ ഓപ്പോസിറ്റ് അല്ലേ? നേരെ കുത്തനെ അന്ന് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. നോളജ് സിറ്റിയുടെ ഭാഗമായി പള്ളി ഇല്ല. നമ്മൾ നോളജ് സിറ്റിന്റെ ഭാഗത്ത് ഇവരെ പള്ളിയും ആ പള്ളിക്ക് ചുറ്റും നോളജ് സിറ്റി ആയിരുന്നു ഇവരുടെ കേരളത്തിലുള്ള മുഴുവൻ ബോർഡുകളിലുണ്ടായിരുന്നത്. വലിയൊരു പള്ളി, പള്ളിക്ക് ചുറ്റും നോളജ് സിറ്റി. അവസാനം പള്ളി പോയി അവിടെ കുളമായിട്ടുണ്ട്, അവിടെ സ്വിമ്മിംഗ് പൂളാണ് എന്ന് പറഞ്ഞപ്പോ നമുക്കെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി. നമ്മുടെ ക്ലാസ് റൂമിൽ കടന്നു വന്നിരുന്ന ആളുകളായിരുന്നു KMIC-ക്കാരും പിന്നെ എന്താണ് മലബാർ ക്ലാസ് റൂമുകാരും അല്ലേ? കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമുകാരും മറ്റൊരു പേരെന്താ സുന്നി ഗ്ലോബൽ വോയിസുകാരൊക്കെ. ഓരൊക്കെ ഇപ്പൊ എവിടെ പോയി അവരൊക്കെ? അത് അവിടെ പള്ളിയല്ല, അവിടെയുള്ളത് കുളമാണ്, സ്വിമ്മിംഗ് പൂളാണ്, നീന്തൽ കുളമാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ നമുക്കെതിരെ ആരോപണങ്ങളുമായി വന്നു അല്ലേ? നീന്തൽക്കുളത്തിന്റെ രൂപവുമായി നോളജ് സിറ്റി പുറത്തു വന്നു. അത് അവിടെ പുറത്തു വിട്ടു. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു പള്ളിയുടെ ഫോട്ടോവുമായി വീണ്ടും ഒരു രംഗത്തിന്. നമ്മൾ കരുതി അവിടെ കുളം തൂർത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവസാന പുസ്തകം തുറന്ന് പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ തക്ബീർ ചെല്ലാൻ നിങ്ങൾ തയ്യാറാകും. സിറാജ് ദിനപത്രം ഒരിക്കൽ കൂടി ഈ സിറാജ് ദിനപത്രം പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഷഹറെ മുബാറക്ക്. ഷഹറെ മുബാറക്ക് വിമർശനങ്ങൾക്ക് മറുപടി അല്ലേ? ഈ പുസ്തകത്തിന്റെ 32ാമത്തെ പേജിൽ വളരെ വ്യക്തമായി എഴുതിയ വാക്കുകൾക്ക് പരിപൂർണമായും ഘടകവിരുദ്ധമായിട്ടാണ് പുസ്തകം സംസാരിക്കുന്നത്. നോളജ് സിറ്റിയുടെ പദ്ധതി വന്നപ്പോൾ അതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പള്ളിയും രൂപകൽപ്പന ചെയ്തു. കഴിഞ്ഞ മർക്കസ് സമ്മേളനവും റബീഉൽ അവ്വലിലെ ഷഹർ മുബാറക്ക് പരിപാടിയും കഴിഞ്ഞപ്പോൾ നിർദ്ദിഷ്ട പള്ളി ഷഹറെ മുബാറക്കിന്റെ പേരിലാകാമെന്ന് ധാരണയായി. ഇതാണ് കാര്യം. ഇതിനൊരു പൊടിപ്പും തൊങ്ങലും വെക്കേണ്ട. ഇത് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുകയും വേണ്ട. ആരോടായി പറയണത്? ഇത് വരുന്നു പറഞ്ഞ ആൾക്കാരോടല്ലേ? SSF-കാരോടാ പറയണത്. ഇത് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് കരയണ്ടാന്ന്. എന്നിട്ടോ ഒന്നിന് 40 കോടിയും മറ്റേതിന് 40 രൂപയുടെ വെട്ടി പോലുമില്ല എന്നൊന്നും തൊണ്ടകീറി വ്യാഖ്യാനിക്കുകയും വേണ്ട. ഗ്രാൻഡ് മസ്ജിദ് മർക്കസിലെ 3 ഷഹർ മുബാറക്കുകൾക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങളൊന്ന് വായിച്ചോക്കാണി. നിങ്ങൾ ഇതൊന്നും കൂടി കേട്ടോക്കാണി.
അല്ലേ? ഒന്നുകൂടി ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചാണ്. ഇതാ വീഡിയോ സഹിതം ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളുടെ വീഡിയോ സഹിതം കേൾപ്പിക്കുന്നു. ഒന്ന് കണ്ടു കേൾക്കും. അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി മനസ്സിലാക്കുകയും അതുകൊണ്ട് അത് പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ ചെയ്തു. കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഉടനെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല പിന്നെ ആധാർ എന്ന് പറയുക അറബിയിൽ ഈ ആധാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും. അത് പള്ളിയിലല്ല, അത് പള്ളിയോടനുബന്ധിച്ച് സ്പെഷ്യൽ കെട്ടിടത്തിൽ അതെല്ലാം തിരുശേഷിപ്പുകൾ മുഴുവനും വരും. തിരുശേഷിപ്പുകളൊക്കെ വെച്ചുള്ള ഒരു പള്ളിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് ചോദിച്ചത്. അതിൽ നിന്ന് പിന്മാറുന്നില്ല. എന്തായാലും ഒരിക്കലും പിന്മാറില്ല. അതിന്റെ പല പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്ദി. എന്തൊരടങ്ങറാണ് അതില് എന്നൊന്ന് ആലോചിച്ച് നോക്കാണ്. അപേക്ഷ കൊടുക്കണതിന് കാത്തു നിൽക്കുക, പിന്നെ അപേക്ഷ കൊടുക്കുക. പള്ളിയിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. നോളജ് സിറ്റിയിൽ അങ്ങനത്തെ ഒരു പള്ളിയുടെ ഏർപ്പാടില്ല. ഞങ്ങൾ വേറെ ഉണ്ടാക്കും അല്ലെ? അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് പണി നടക്കുന്നുണ്ട്. അപേക്ഷ കൊടുത്തിട്ട് പിന്നെ അപേക്ഷ കൊടുക്കേണ്ട കാത്തിരിക്കുകയും ചെയ്തു. ഇപ്പൊ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. ആദ്യം മുപ്പത് പണി നടത്തി, പിന്നെ മുപ്പത് കാത്തിരുന്നു, പിന്നെ അപേക്ഷ കൊടുത്തു. ആദ്യം പണി നടത്തി, പിന്നെ പിന്നെ കാത്തിരുന്നു, പിന്നെ അപേക്ഷ കൊടുത്തു. ഇതൊക്കെ നമ്മൾ ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴല്ലോ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കാര്യം എഴുതി വെച്ചിട്ട് എന്റെ കാക്ക അതൊക്കെ ഒന്ന് ചേരുമ്പടി ചേർത്ത് പറയുന്ന കാര്യമല്ലേ? ആദ്യം അപേക്ഷ കൊടുക്കുക അല്ലേ, പിന്നെ കാത്തിരിക്കുക, പിന്നെ പണി നടത്തുക. നിങ്ങൾ എന്താ ചെയ്തത്? ആദ്യം പണി നടത്തുക, പിന്നെ കാത്തിരിക്കുക, പിന്നെ അപേക്ഷ കൊടുക്കുക. അല്ല, ഇത് സത്യത്തിൽ മലയാളത്തിൽ എന്താ പറയാ? ഞാൻ ഒരു ഇതുണ്ടായിട്ട് പറയല്ല, ഒരു നല്ല വാക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ നാട്ടിൽ പിരാന്ത് എന്ന് പറയാം. നിങ്ങൾ അവിടെ എന്തെങ്കിലും പേര് പറയണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതെന്താ സംഭവം? ഇയാളാ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോക്കണം. ഇന്ന് നേരെ വ്യത്യസ്തമായിട്ട് ഇവർ എഴുതിയതോ നോളജ് സിറ്റിയുടെ ഭാഗമായിട്ടാണ് പള്ളി. ആ പള്ളി 3 കേശങ്ങൾക്കുള്ളതാണ്. ഇയാളിത് പറഞ്ഞതോ നേരെ ഓപ്പോസിറ്റ്. 3 കേശങ്ങൾക്ക് ഉള്ളതല്ല പള്ളി എന്ന് പറയുന്നത് നോളജ് സിറ്റിയുടെ ഭാഗോട്ടല്ലേ. പച്ച നുണ. ഒന്നുമില്ലെങ്കിൽ നുണ എഴുതി വെച്ചു, അല്ലെങ്കിൽ നുണ പറയുന്നു. ഇതിലേതാ നുണ? രണ്ടിലൊന്നും നുണയാണ്. ഒന്നുമില്ലെങ്കിൽ എഴുതിയത് നുണ, അല്ലെങ്കിൽ പറയുന്നത്. ഇതിലേതാ നുണ? ഉസ്താദ് നുണ പറയാറില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദ് നുണ എഴുതി വെക്കാറാണ് എന്ന് പറയേണ്ടി വരും. കാരണം എഴുതിയത് നുണയാണെങ്കിൽ അല്ലേ? ഇനി ഉസ്താദ് നുണ എഴുതാറില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് നുണയാണെന്ന് പറയേണ്ടി വരും. ഇതിലേതാ ഉസ്താദ് ചെയ്യുന്നത്? നുണ പറയലാണോ നുണ എഴുതലാണോ? ഉസ്താദ് പറഞ്ഞതാണോ നുണ എഴുതിയതാണോ നുണ? അപ്പൊ ഉസ്താദ് മൊത്തത്തിലൊരു നുണയനാണ് എന്ന് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ തയ്യാറായില്ല. ഇപ്പൊ മൂപ്പര് പറഞ്ഞ ലാസ്റ്റ് വാക്കുകൾ നിങ്ങൾ ഒന്നും കൂടി കേട്ടോക്കാ. ഞങ്ങൾ പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, ഞങ്ങൾ ഇത് പിന്മാറുന്നില്ല, ഞങ്ങൾ പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അപേക്ഷ കൊടുത്ത് കാത്തിരുന്ന് അതിന്റെ റിസൾട്ട് വന്നപ്പോ പള്ളിപ്പണി നടത്തി.
അപേക്ഷ കൊടുത്ത് അപേക്ഷ അവർ സ്വീകരിച്ച് അല്ലേ, പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, അതിന്റെ പല സാമഗ്രികളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പള്ളിയുടെ പണി. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മളെ സാധാരണ പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഈ വഞ്ചനയിൽ ജീവിതകാലം അവനാന്റെ ഇല്ല ആയുസ്സും കളഞ്ഞ് ഇല്ല ഈമാനും കളഞ്ഞ് അതിന്റെ പിന്നാലെ കൂടി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഈ പുതിയ ജമാഅത്തുകാരൻ, ഈ ജമാഅത്ത് നേതാവ്, ഈ ജമാഅത്ത് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ അവിടെ നമ്മളെ ആൾക്കാരെ കാണുമ്പോ ജമാഅത്തേരെന്ന് വിളിക്കുക, ജമാഅത്തേരെന്ന് വിളിക്കല്. വിളിക്കല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. മറ്റൊരു ജമാഅത്ത് ഇസ്ലാമിയാണ്, ഇവര് മുസ്ലിം ജമാഅത്താണ്. അപ്പൊ ഇവരെ കാണുമ്പോ നമ്മൾ ജമാഅത്തേരെ ഞാൻ വിളിക്കാം, ജമാഅത്തേരെ എടുക്കാൻ ഫോൺ വിളിക്കും. അപ്പൊ ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയെ പിന്നെ ഒന്നുകൂടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി പറ്റില്ലാതെ ആകണം. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒന്നും കൂടി ഒരു ആർജവം കൊടുക്കുന്നതിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നത്. ഇത്ര കാലത്ത് നമ്മുടെ നാട്ടിൽ വന്ന് സുന്നില്ലാത്തതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്ടാക്കിയെന്ന് അല്ലേ? സുന്നി ഗ്ലോബൽ വോയിസ് എന്ന പേര് അവർ സുന്നിട്ടുണ്ടാക്കിയെന്നാ. അത് മാറ്റിയപ്പോ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ? ഇവർ സുന്നി ഒഴിവാക്കുകയാണ് ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ. ആ പേര് ഒഴിവാക്കിയിട്ട് അതിന്റെ പേരിപ്പോ എന്താ? ഇസ്ലാമിക് മീഡിയ മിഷൻ. അല്ലെങ്കിൽ സുന്നി ഒഴിവാക്കാൻ ഇവര് നടത്തുന്ന ശ്രമങ്ങൾ നോക്കിക്കൂടെ നിങ്ങൾ അല്ലേ? ഔദ്യോഗിക ക്ലാസ് റൂമിനെ സുന്നി ഗ്ലോബൽ വോയിസിനെ ഔദ്യോഗിക ക്ലാസ് റൂം ആക്കി എന്ന് പറഞ്ഞാൽ പോരെ? സുന്നി എന്നോ സമസ്ത എന്നോ ഇവരിപ്പോ ഉപയോഗിക്കണില്ല. സുന്നി എന്ന് പറയുന്നതും സമസ്ത എന്ന് പറയുന്നതും ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞല്ലേ അല്ലേ? പിന്നെ സുലൈമാൻ മൗലവി പറഞ്ഞേ നൂറുദ്ദീൻ തങ്ങളെ, ഇസ്ലാം എന്ന് പഴയ കാലത്ത് തന്നെ ഉണ്ടല്ലോ, അന്ന് അതൊന്നും പറ്റൂല എന്നിട്ട് നമ്മൾ സമസ്ത ഉണ്ടാക്കിയതല്ലേ. ഇപ്പൊ സമസ്ത എന്നോ സുന്നി എന്നോ പ്രയോഗിക്കാൻ ഇവർ തയ്യാറല്ല. ആ വന്നിട്ടാണ് ഞാൻ ഞെട്ടി പറയണ്ടല്ലോ തങ്ങളെ. ഇയാൾ 50 വയസ്സാണെന്ന് അറിയുന്നുണ്ട്. 50 വയസ്സിന്റെ മേലക്കുള്ള ആൾക്കാണെന്ന് അറിയുന്നുണ്ട്. അതേസമയം നമ്മളെ റഹീം പറഞ്ഞു 40 വയസ്സിന്റെ അങ്ങോട്ടാണെന്ന് ആ മൂപ്പരോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുണ്ട് 18 വയസ്സ് മുതലാണ് ഇവർക്ക് അംഗം. ഈ മൂന്നും കൂടി ഒന്ന് വെക്കാൻ പറ്റുമോ തങ്ങളെ നിങ്ങൾക്ക്? ഇയാളെന്നെ പറഞ്ഞത് 95 വയസ്സും 120 വയസ്സുള്ള ആളുകൾക്കാണെന്ന് പറഞ്ഞതും 50 വയസ്സ് മുതലുള്ള ആളുകൾക്ക് ഞങ്ങൾ അംഗത്വം കൊടുക്കുന്നു, 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇതിൽ അംഗത്വം എന്ന് അറിയുന്നതും. അതേസമയം പിന്നെ PT റഹീം സാഹിബ് 40 വയസ്സ് മുതലുള്ള ആളുകൾക്കാണ് ഇതിൽ അംഗത്വം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞതും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി 18 വയസ്സ് മുതലുള്ള ആളുകൾക്ക് ഇതിൽ അംഗത്വം ഉണ്ട് എന്ന് പറഞ്ഞതൊന്ന് വെക്കാൻ പറ്റുന്നത് തങ്ങളെ? ഇതൊക്കെ പാടെ ഒന്ന് കൂട്ടി വെക്കാൻ പറ്റുമോ ഈ നാലും പാടെ? ഞങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്ന് നോക്കാണേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല. ആ നാലും പാടൊന്ന് വെക്കാൻ പറ്റുമോ? നാലും പാടൊന്ന് ക്ലിപ്പാക്കി വിടുകൊണ്ടു നിങ്ങൾ. ഇത് നാലും പാടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിപ്പാക്കി വിടുകൊണ്ടു. ആൾക്കാരൊന്ന് ചിരിച്ചു ബോധം കടത്തെ ഈ ഇലക്ഷന്റെ മുമ്പേ അല്ലേ? ഈ മനുഷ്യന്മാർ ഈ ആളുകളെ എങ്ങനെ ആക്കി മാറ്റുന്നത്, ആളുകളോട് ഈ പച്ചക്കളവ് പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഈ സിറാജ് ദിനപത്രവും, ഈ സിറാജ് ദിനപത്രത്തിലെ ഈ ഭാഗം ഏത് നോളജ് സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഷെറേ മുബാറക്ക് മസ്ജിദ് ഉണ്ടാക്കുന്നതെന്നും ആ പള്ളി, ആ ഗ്രാൻഡ് മസ്ജിദ്, ആ ഗ്രാൻഡ് മോസ്ക് 3 മുടികൾക്കുള്ളതാണെന്നും ഇയാൾ പറയുന്ന ഭാഗം, ഇയാൾ എഴുതിയ ഭാഗം, അത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തുകൊണ്ട് ഇയാളത് 3 നിഷേധിക്കുന്ന ഭാഗം അതിന്റെ വോയിസും കൊടുക്കുക. ഞങ്ങൾ മനസ്സിലാക്കട്ടെ ഇവരുടെ കള്ളത്തരങ്ങൾ. ജനങ്ങളിത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് മൂപ്പരാണ്. ഇപ്പോ സമസ്ത കേരള ജമിയത്തുലമയെ തോൽപ്പിച്ചാണ്. ഏതായി ചിലക്ക് മൂപ്പരിങ്ങനെ തോൽപ്പിച്ചിട്ടേ ഇപ്പൊ സമസ്തനെ തോൽപ്പിക്കാനാണ്, സമസ്തനെ സഹായിക്കുന്നവരെ തോൽപ്പിക്കുക. മറ്റേത് സമസ്ത കേരള ജമിയത്തുലമയുടെ ആളുകൾക്കെതിരല്ല ആൾക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി അപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ സത്യത്തിൽ സമസ്തയുടെ ശത്രുക്കളാണ്. കാക്ക നിങ്ങൾ 1989 ഡിസംബർ 21 തീയതി വ്യാഴാഴ്ച ഉച്ചക്ക് 1 മണിക്ക് നിങ്ങൾ അബ്ദുസ്സമദ് അൽ കാത്തിബിന്റെയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ തറുവായുടെയും മുജാഹിദ് ജമാഅത്ത് നേതാക്കന്മാരുടെ വക്കൽ നിന്ന് താങ്കൾ വാങ്ങിയ കൈക്കൂലി ഈ സമുദായത്തെ ഒറ്റിക്കൊടുക്കാനാണ് കാക്ക. നിങ്ങൾ അന്ന് രൂപീകരിച്ചതാണ്. അന്ന് തന്നെ നിങ്ങൾ ആ ജമാഅത്തുകാരനും മുജാഹിദും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ അന്ന് തന്നെ രൂപകൽപ്പന ചെയ്ത നിങ്ങളുടെ പ്രസ്ഥാനമാണ് മുസ്ലിം ജമാഅത്ത്. അറിയങ്ങള് സുന്നത്ത് ജമാഅത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം അടുത്ത കാലത്ത് നടന്നല്ലേ ഇപ്പൊ സുന്നി ഗ്ലോബൽ വോയിസ് അല്ലേ? സുന്നി ഗ്ലോബൽ വോയിസ്, സുന്നി ലോക ശബ്ദം എന്നതിന്റെ പേര്. സുന്നി ആഗോള ജാലകം, ആഗോള ശബ്ദം അല്ലേ? സുന്നികളുടെ ആഗോള ശബ്ദം എവിടെ പോയി? IMM
ഇസ്ലാമിക് മീഡിയ മിഷൻ. കണ്ണുങ്ങൾ ഇവരെ മാറ്റം അല്ലേ? ഇവരെ മാറ്റം നോക്കാൻ നിങ്ങൾ. ഞങ്ങളിത് പറയുന്നത് വെറുതെ സുന്നിയും സമസ്തയും നിങ്ങൾ എല്ലാ ഭാഗത്തും. ഇനി നിങ്ങൾക്ക് വേറൊരു സമയം അതാണ് ആ സംഭവം. കണ്ടോ നിങ്ങൾ ഷാക്ക് മച്ചിങ്ങലിന്റെ ക്ലിപ്പ് കണ്ടിങ്ങൾ. മുജാഹിദ് ജമാഅത്ത് കാന്തപുരം കൂട്ടുകെട്ട്. ഇതാണ് ആ പറയുന്ന ഷാക്ക് മച്ചിങ്ങലെ. ഈ ഹെഡിങ് മാറ്റണം. ഹെഡിങ് മാറ്റിയിട്ട് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് കൊടുക്കണപ്പോ മുജാഹിദ് ജമാഅത്ത് കാന്തപുരം കൂട്ടുകെട്ട് എന്ന് പേരുണ്ടാണീനെ മുമ്പത്താണത്. ഇനി ആ പേര് മാറ്റിയിട്ട് ഇപ്പൊ പേരുണ്ടല്ലോ. ഇപ്പൊ മുജാഹിദ് ജമാഅത്ത് കാന്തപുരം കൂട്ടുകെട്ട് എന്നൊന്നും പറയണ്ട അല്ലെ. മൂരിക്കുട്ടിന്റെ അമ്മ എന്നൊന്നും എഴുതക്കണ്ട. അപ്പൊ നീ പശു എന്ന് എഴുതിയേക്കാം. ഇപ്പൊ പേരായി. മറ്റേത് പേരുണ്ടതിന്റെ മുമ്പ് ബേബി അല്ലെ, ബേബി ജമാഅത്തായിരുന്നു. ഇപ്പൊ ബേബി ജമാഅത്തൊക്കെ പോയി. ഇപ്പൊ പേര് വന്നല്ലോ. ഇപ്പൊ കേരള മുസ്ലിം ജമാഅത്തായി. നമ്മളെ മറ്റേ ചങ്ങായി എവിടെ? നമ്മളെ പേരോടെ സക്കാഫി എങ്ങനെ പേരിടുക എന്നൊക്കെ ഒപ്പര് പഠിപ്പിച്ചു തരും. അന്ന് അത് ഗർഭത്തിലുള്ള സമയത്തായിരുന്നു അല്ലെ, പ്രസവിക്കണിന്റെ മുമ്പുള്ളതായിരുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ പേര് മാറി. ഇപ്പൊ പേര് വന്നു. ഇപ്പൊ മുസ്ലിം മുജാഹിദ് ജമാഅത്ത് എന്നൊന്നും വേണ്ട, മുസ്ലിം ജമാഅത്ത് കാന്തപുരം കൂട്ടുകെട്ട് എന്നൊന്നും വേണ്ട. ഇപ്പൊ മുസ്ലിം ജമാഅത്ത് മാത്രം മതി. കേരള മുസ്ലിം ജമാഅത്ത്. അത് ഇതാണ് ഈ കാണുന്നതാണ്. അതില് പിന്നെ അൽ കാത്തിബ് ഉണ്ട് അല്ലെ, അബ്ദുസമദ് അൽ കാത്തിബ് ഉണ്ട്, അബ്ദുറഹ്മാൻ തർവായി ഉണ്ട്, മുജാഹിദുകാരനും ജമാഅത്തുകാരനും ഉണ്ട്. അതിന്റെ നടുക്ക് നമ്മളെ സുന്നത്ത് ജമാഅത്തിനെ മുസ്ലിം ജമാഅത്തിലേക്ക് കൊണ്ടുപോയ, സുന്നി ഗ്ലോബൽ വോയിസിനെ ഇസ്ലാമിക് മീഡിയ മിഷനിലേക്ക് കൊണ്ടുപോയ നമ്മളെ കാക്കയിന്റെ പിന്നിലുണ്ട്. അല്ല അമീർ സാഹിബ്, ഇവരെ സുന്നി ഗ്ലോബൽ വോയിസ് ആയിരുന്നെന്ന് ഓർക്ക് അംഗീകാരം ഉണ്ടായിരുന്നു. പോലെ ഔദ്യോഗിക ജാലകമായിരുന്നു അന്ന്. സുഹൃത്തുക്കളെ, സുന്നി ഗ്ലോബൽ വോയിസ് ആയിരുന്നെന്ന് ഇവരുടെ ഔദ്യോഗിക ജാലകമായിരുന്നു, ഔദ്യോഗിക ക്ലാസ് റൂമായിരുന്നു. അത് അല്ലല്ലോ. ഔദ്യോഗിക ക്ലാസ് റൂമാക്കാൻ വേണ്ടി അവർ പേരാണ് മാറ്റുക ചെയ്തത്, ഇസ്ലാമിക് മീഡിയ മിഷൻ അല്ലേ. അപ്പൊ സുന്നി ഉണ്ടെങ്കിൽ ഇവർ ഔദ്യോഗിക. നിങ്ങൾക്ക് വേറെ കഥ കേൾക്കണോ? ഏറ്റവും വലിയ രസം, ഇവരെ കോഴിക്കോട് ഓഫീസിന്റെ പേരെന്താ നിങ്ങള്? ഇവരെ കോഴിക്കോട് ഓഫീസിന്റെ പേര് ഇപ്പൊ എന്താ നിങ്ങള്? ഇസ്ലാമിക് സെന്റർ. ഇസ്ലാമിക് സെന്റർ സുന്നി സെന്റർ ഒന്നല്ല. ഇവരെ ഓഫീസിന്റെ പേര് ഇസ്ലാമിക് സെന്റർ അല്ലേ. കോഴിക്കോട്ടെ ഓഫീസിന്റെ പേര് ഇപ്പൊ ഇസ്ലാമിക് സെന്റർ. അപ്പൊ ഇവരെല്ലായിടത്തും സുന്നി ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മള് പിന്നെ ഇസ്ലാമിക് സെന്റർ എന്നതും പിന്നെ സുന്നി മഹൽ എന്നതും നമ്മളെല്ലാതും നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ പേരുകൾ നമ്മളിടും. ഓരോ സംഘടനക്ക് ഓരോ പേരാണ്. ഇവർ വെറും സുന്നിയാണ്. സുന്നി സെന്റർ, സുന്നി സെന്റർ, സുന്നി സെന്റർ, സുന്നി സെന്റർ. ഇപ്പൊ സുന്നി സെന്റർ പോയി ഇസ്ലാമിക് സെന്റർ ആയി. SSF പോയി ഇനിയിപ്പോ ISF ആവും, ഇസ്ലാമിക് സ്റ്റുഡന്റ് ഫെഡറേഷൻ. അല്ലെങ്കിൽ മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ. മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലായിരിക്കും. മുസ്ലിം വിദ്യാർത്ഥി ജമാഅത്ത് വരും, മുസ്ലിം വനിതാ ജമാഅത്ത് വരും അല്ലേ. മുസ്ലിം വനിതാ ജമാഅത്ത് വരും, മുസ്ലിം വിദ്യാർത്ഥി ജമാഅത്ത് വരും. പിന്നെ അതുപോലെ തന്നെ അല്ലേ മുസ്ലിം യുവജന ജമാഅത്ത് വരും, യുവജമാഅത്ത്. ഇങ്ങനെ ഓരോന്നും വരും. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് റൂമിന്റെ പേര് പോലും സുന്നത്ത് ജമാഅത്ത് ഒഴിവാക്കി അല്ലേ. ക്ലാസ് റൂമിന്റെ പേര് പോലും സുന്നത്ത് ജമാഅത്ത് ഒഴിവാക്കി. നിങ്ങൾ വേറെ കഥയക്കണങ്ങള്. നമ്മൾ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയതിനെ കുറിച്ച് MA അബ്ദുൽ ഖാദർ പറഞ്ഞ ചില വാക്കുകളുണ്ട്. സമസ്തയുടെ യുവജന സംഘമായ സുന്നി യുവജന സംഘത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു സംഘടനയുമായി രംഗത്ത് വന്നത്. നമ്മൾ SMFI സുന്നി മഹല്ല് ഫെഡറേഷനിൽ അത് SYSനെ തകർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയക്കാരുടെ കുബുദ്ധിയിൽ നിന്ന് ഉദയം ചെയ്തതാണ് എന്നൊക്കെ എഴുതിച്ചിരുന്നു. ഇപ്പോഴോ SYSനെ വളർത്താന നിങ്ങൾ ഉണ്ടാക്കുമ്പോ വളർത്താൻ അല്ലേ, ഞങ്ങളാവുമ്പോ തളർത്താൻ. ഭയങ്കര രസമാണല്ലോ. ഇവരുണ്ടാക്കുമ്പോ നമ്മളുണ്ടാക്കുകയാണെങ്കിൽ തളർത്തുക, ഇവരെന്തേലും ഉണ്ടാക്കിയ വളർത്തുക. എന്നാ അതേ കാക്കാര് വേറെ സമസ്ത ഉണ്ടാക്കി പോയപ്പോ സുന്നി മഹല്ല് അസോസിയേഷൻ ഉണ്ടാക്കി, SMA. ഇതേ മനുഷ്യന്മാരെന്നെ SMA ഉണ്ടാക്കി, സുന്നി മഹൽ അസോസിയേഷൻ. അപ്പോഴോ SYSനെ തകർത്തിയില്ലേ.
അപ്പൊ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ തകർക്കാനും ഇവർ വളർത്താനും അതേ പ്രവർത്തനം തന്നെ ഇവരെ ഭാഗത്തുണ്ട്. ഇവർ SYS നിന്നോ SYSന്റെ മേലൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് SMF ഉണ്ടാക്കിയപ്പോ എതിർത്ത ആളുകളാണ് ഇവര്, അല്ലേ? SMFനെ നഖശിഖാന്തം എതിർത്തു. അത് ചില രാഷ്ട്രീയ ബുദ്ധിയിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടായ സംഘടനയാണെന്ന് ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ പുസ്തകം എന്റെ കയ്യിലുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ SMA രൂപീകരിച്ചു. അപ്പോഴോ അതേ നിങ്ങളിപ്പോ വീണ്ടും ഒരു സംഘടന കൂടി രൂപീകരിച്ചു. അപ്പോഴോ ഇതൊക്കെ പറയുമ്പോ ആലോചിക്കണ്ടേ? ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ചിന്തിക്കണ്ടേ? ഏതായാലും SSFകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ അവസാനമായിട്ട് ഇങ്ങോട്ടൊരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചു തരാം. നിങ്ങൾ നിങ്ങളെ പ്രശ്നം എന്താ? പെണ്ണുങ്ങൾ സ്ഥാനാർത്ഥിയാകുക. പെണ്ണുങ്ങൾ സ്ഥാനാർത്ഥിയാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എവിടെയും പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വനിതാ രംഗപ്രവേശത്തെ ശക്തമായി എതിർക്കുക തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. സ്ത്രീ രംഗപ്രവേശത്തെ ശക്തമായി എതിർക്കുകയാണ്. അവർ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് വളരെ കൃത്യമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവിക നേതാക്കന്മാരൊന്നും അനിവാര്യമായ സാഹചര്യങ്ങളിൽ ആണുങ്ങൾക്ക് ആണുങ്ങളില്ലാത്ത സാഹചര്യത്തോ അതല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലോ ആണുങ്ങൾക്ക് മത്സരിക്കാൻ പറ്റൂല. അത് നിയമത്തിന്റെ നിബന്ധനകൾ കൊണ്ടാവാം. എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യുന്ന അന്ന് വരെ സമസ്തയുടെ നേതാവ് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ മത്സരിക്കേണ്ട, ആരും മത്സരിക്കാൻ പറ്റൂല എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെയൊക്കെ മാന്യത സ്ത്രീകളുടേതായ മാന്യത പുലർത്തണം എന്ന കാര്യത്തിലൊരു സംശയമല്ല. എപ്പോഴും നമ്മള് ആർക്കും അല്ലേ ആ വിഷയത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായം നമ്മളെ ഒരു നേതാക്കന്മാർക്കും ഇല്ല. സ്ത്രീകള് അവരുടെ ഔറത്ത് കാണിച്ച് പൊതു സദസ്സുകളിലേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമല്ല. വോട്ട് ഉണ്ടാൻ വേണ്ടിയും അവരൊരിക്കലും അതൊക്കെ ആണുങ്ങളും സംഘടനാ നേതാക്കന്മാരും പ്രവർത്തകരുണ്ട്. അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. സ്ത്രീകൾ വോട്ടിലൂടെ നടന്ന് അല്ലെങ്കിൽ വീട് വീടാന്തരം കയറി ആണുങ്ങളുമായി വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓരോ പാർട്ടി അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട അവരുടെ മീറ്റിങ്ങുകളിൽ നിർബന്ധമായ സാഹചര്യങ്ങളിൽ പങ്കെടുക്കുകയും അതുമായി അതുപോലെ തന്നെ വളരെ ആഭാസകരമായി സ്ത്രീകളെ ഫോട്ടോകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. സ്ത്രീ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകൾ ഷെയർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തകർ പരമാവധി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറി നിൽക്കണം. ചില ആളുകളൊക്കെ അതിന് വ്യത്യസ്തമായി വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ മത്സരിക്കേണ്ടി വരുമ്പോൾ തന്നെ പല ആളുകളും ആണുങ്ങളെ ഫോട്ടോ കൊടുത്തിട്ട് ഇയാളുടെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ പോസ്റ്റുകളുണ്ട്. അത് വളരെ പ്രോത്സാഹനജനകമാണ് അങ്ങനത്തെ പോസ്റ്റുകൾ. പരമാവധി ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ ഒഴിവാക്കി, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരുടെ ഫോട്ടോകളൊക്കെ പരിപൂർണമായും ഒഴിവാക്കി അവരുടെ പേരും ചിഹ്നം മതിയല്ലോ. ഈ പെണ്ണിന്റെ ഫോട്ടോത്തിൽ നിന്ന് ആരും വോട്ട് ചെയ്യാൻ പോകണമെന്നില്ലല്ലോ, അല്ലേ? ഈ ഇതിന് ഫോട്ടോ ഉണ്ടാവില്ലല്ലോ. ബാലറ്റ് പേപ്പറിൽ അപ്പൊ ആ മെഷീനിൽ ഫോട്ടോ ഉണ്ടാവില്ലല്ലോ. ഈ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ടാവില്ലല്ലോ. അദ്ദേഹത്തിന്റെ ആ സ്ഥാനാർത്ഥി ആരാണെങ്കിൽ അവരെ പേരാണ്ടാകുക, അതുപോലെ തന്നെ ചിഹ്നം ഉണ്ടാകുക. ആ ചിഹ്നത്തുമ്മേ കോണി വെക്കുക, അല്ലെങ്കിൽ എന്താണെങ്കിൽ അരിവാളാണെങ്കിൽ അരിവാൾ വെക്കുക, കണ്ണടയാണെങ്കിൽ കണ്ണട വെക്കുക, അല്ലെ? വടിയാണെങ്കിൽ വടി വെക്കുക. എന്താണെങ്കിൽ ആ സാധനം വെച്ചിട്ട്, അല്ലെങ്കിൽ കൈപ്പത്തിയാണെങ്കിൽ കൈപ്പത്തി വെക്കുക. അതിന് വോട്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഈ അടയാളത്തിൽ വോട്ട് ചെയ്യുക. എന്തിനാ ആളെ ഫോട്ടോ? മുടിയാണെങ്കിൽ മുടി വെക്കാം, അല്ലേ? ഇത് വെച്ചിട്ട് അതിന് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതിയല്ലോ. ഒരാളെ മോന്തിയും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളാളുകൾ പ്രത്യേകിച്ച് അത് ഷെയർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഒരിക്കലും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും ഒരു പെണ്ണിന്റെ ഫോട്ടോ ഷെയർ ചെയ്യാനും തരുത്. ഒരു പെണ്ണിന്റെ ഫോട്ടോ ഷെയർ ചെയ്യാനും തരുത്. നമ്മളൊക്കെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തുക. സ്ത്രീകളെ ഫോട്ടോ വെക്കണ്ട. ആളുകളോട് മാന്യമായി പറഞ്ഞാൽ മതി. ഞങ്ങൾ അന്യ സ്ത്രീകളെ ഫോട്ടോ പ്രദർശിപ്പിക്കുകയും മറ്റുള്ള ആളുകൾക്കൊക്കെ അതൊരു കാഴ്ച വസ്തുക്കളാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ചെയ്യില്ല. കാരണം ഒരു സ്ത്രീയെ കാണുമ്പോൾ ആണിന് ഇപ്പോ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്.
അതായത് സ്ത്രീകളുടെ പിന്നെ ഔറത്ത് കാണുന്നതും പുരുഷന്റെ ശരീരം കാണുന്നതിന് കുഴപ്പമില്ല, സ്ത്രീയുടെ ഏതെങ്കിലും ഒരു ഭാഗം കാണുന്നത് എന്തത്ര വലിയ പ്രശ്നം എന്നതിനെ കുറിച്ച് ഒരു നിരൂപണം നടത്തുന്ന ഒരാളെ പ്രസംഗമൊക്കെ. അയാൾ ഒരു ശാസ്ത്രീയമായ ഒരു ഡോക്ടറാണ്. അയാൾ പറയുന്നത് സ്ത്രീയെ കാണുമ്പോൾ ആണുങ്ങൾക്ക് പെട്ടെന്ന് വികാരം വരുന്നു. ആണുങ്ങൾക്ക് കണ്ടാൽ മതി, അല്ലെങ്കിൽ ചിന്തിച്ചാൽ മതി. ഒന്നും ചിന്തിക്കുമ്പോഴത്തേന് ആണുങ്ങൾക്ക് വികാരം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴത്തേന് ആണുങ്ങൾക്ക് വികാരം ഉണ്ടാവും. അതേസമയം സ്ത്രീകൾക്ക് ഏകദേശം മണിക്കൂറോളം പിടിക്കും അവര് വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ എന്നൊക്കെ അദ്ദേഹം ശാസ്ത്രീയമായി അത് വിശദീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങള് ആണുങ്ങളുടെ ഔറത്ത് വളരെ കുറച്ചുള്ളല്ലോ, മുട്ടുപുക്കളുടെ അടിയിൽ മാത്രമേ ഉള്ളൂ. അതേസമയം സ്ത്രീയുടെ എല്ലാം ഔറത്താണ്, സ്ത്രീ മൊത്തത്തിൽ ഔറത്താണ് എന്നൊക്കെ പറയുന്നത് അവരുടെ ചെറിയൊരു ഭാഗം വരാണ് കാണുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു വൈകാരികമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിനുവേണ്ടി എന്നും ചെയ്യാൻ വേണ്ടി ആണ് തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആ രൂപത്തിലുള്ള ഫോട്ടോകളൊക്കെ പരമാവധി ആളുകളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുക, അങ്ങനത്തെ നല്ല നല്ല വയലുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ അനിവാര്യമായ സാഹചര്യത്തിൽ മത്സരിക്കേണ്ടി വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ വിജയിക്കപ്പെടും. അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ജനന മരണവുമായി ബന്ധപ്പെട്ട ജനിച്ചാലും മരിച്ചാലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും ഇപ്പോ പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നമ്മുടെ വീട്ടിന്റെ തൊട്ട് നമ്മുടെ വീട്ടിൽ നമ്മളൊരു കക്കൂസിന് കുഴിയെടുക്കുകയാണെങ്കിൽ പോലും പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങണം. നമ്മളെ വീട്ടിന്റെ വെള്ളം പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ അനുമതി വാങ്ങണം. നമ്മളെ വീട്ടിലേക്ക് ഒരു കുടിക്കാനുള്ള വെള്ളം എത്തണമെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് തെളിവ് വേണം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ഗ്രാമ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുമായോ മുനിസിപ്പാലിറ്റികളുമായോ കോർപ്പറേഷനുകളുമായോ ഈ ത്രിതല പഞ്ചായത്തുകളോ അതല്ലെങ്കിൽ ഈ താഴെ തട്ടിലുള്ള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടാതെ ഒരു കാര്യവും ഈ ഉള്ള കാലത്ത് നമുക്ക് ചെയ്യാൻ നോക്കില്ല. അതുകൊണ്ട് ഓരോ സ്ഥലത്തും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഭരണത്തിലുണ്ടാവുകയും നമുക്ക് ഉപകാരപ്രദമായ ഏത് പാർട്ടിയിൽ നിന്നും അവനാണ് ആ പ്രദേശത്ത് നമുക്ക് ഉപകാരപ്രദമാണെന്ന പാർട്ടി ഏതാവട്ടെ, അതേത് പാർട്ടിയാവട്ടെ, അവനാണ് ഉപകാരപ്രദമാകുന്ന ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്കാരെ വിജയിപ്പിച്ച് നമ്മുടെ സ്വന്തം ആളുകളെ വിജയിപ്പിക്കുകയും നമുക്ക് ഉപകാരം ലഭ്യമാകുമെന്ന് തോന്നുന്ന ആൾക്കാരെ വിജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ആളുകൾക്കുണ്ട്. ആ സമയത്ത് നമ്മുടെ ആളുകൾക്ക് മത്സരിക്കാൻ പറ്റൂല, അത് വേറെ ആരെങ്കിലും മത്സരിച്ചോട്ടെ എന്നിട്ട് നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്നും ചെല്ലുമ്പോൾ കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ എന്നൊരു സമീപനമൊന്നും സ്വീകരിക്കുന്നത് ഇനിയുള്ള കാലത്ത് നമ്മുടെ സുഗമരമായ മുന്നോട്ട് പോക്കിന് അത് വലിയ തടസ്സം സൃഷ്ടിക്കും, വലിയ അപകടം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ പരമാവധി സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ഇസ്ലാമികമായ കാഴ്ചപ്പാടിലുള്ള പരിപൂർണമായ അച്ചടക്കത്തോടുകൂടി വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രമാണ് സ്ത്രീകൾ ഈ നേതൃത്വമൊക്കെ ഏറ്റെടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത്രമാത്രം നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങളിൽ മാത്രം പരമാവധി എല്ലാ അച്ചടക്കവും എല്ലാ നല്ല രീതിയിലുള്ള വസ്ത്രധാരണവും ഒക്കെയായി രംഗത്ത് ഇറങ്ങേണ്ട അത്രമാത്രം ഒരു സാഹചര്യങ്ങളിൽ മാത്രം അങ്ങനെയൊക്കെ നിവൃത്തികേട് കൊണ്ട് മാത്രം അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെടുക എന്നതൊഴികെ ഈ ഫോട്ടോ പ്രദർശനവും. എന്നിട്ട് ഇപ്പോ ഏറ്റവും വലിയ രസം നമ്മള് സ്ത്രീകളെ സ്ഥാനാർത്ഥികളാണ് നമ്മൾ ആൾക്കാർ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു ഫോട്ടോ ഷെയർ ചെയ്യാം അല്ലേ? ഇപ്പൊ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ, ഏതോ ഒരു നടിയുടെ ഒരു ഗ്ലാമറായ ഫോട്ടോ, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ആണെന്ന് പറഞ്ഞു കണ്ട് അതിങ്ങനെ ഷെയർ ചെയ്യാം അല്ലേ? സുന്നത്തെ ജമാഅത്തിന്റെ ആളുകളാണ്, ഇസ്ലാമിക പ്രവർത്തകരാണെന്ന് പറയുന്ന ആൾക്കാർ അതിങ്ങനെ ഷെയർ ചെയ്ത് അത് കണ്ട് ആസ്വദിക്കുക. ഈ രൂപത്തിലൊക്കെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി നമ്മൾ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ തന്നെ എല്ലാ അച്ചടക്കവും പാലിച്ച് രംഗത്ത് വരാൻ തയ്യാറാകുന്നവരെ മാത്രം അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ആരും നമ്മൾ സഹകരിക്കാതിരിക്കുക. നമ്മൾ സഹകരിക്കൂല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ആരും നിർത്തൂലല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏതായാലും ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ എത്ര എതിർപ്പുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് സംഘടനാപരമായിട്ട് തീരുമാനം എടുത്താൽ മതി സുഹൃത്തുക്കാരൻ അല്ലേ? ഒറ്റ തീരുമാനം. എന്താ തീരുമാനം? ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല, സ്ത്രീകൾ മത്സരിക്കുന്നവർക്ക് വോട്ട് ചെയ്യൂല.
ആ ഒരു തീരുമാനം നിങ്ങൾ ആദ്യം മുഷാവറിനെ കൊണ്ട് നടപ്പിക്കും. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ആലോചിക്കാം, അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് വാക്ക് പറയാല്ല ഇതിനതുള്ളൂ. ഞങ്ങൾ ഒരിക്കലും സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് ശക്തമായ ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ വാക്കുകൾ ഇവിടെ വിലയുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ അത് അർഹിക്കുന്ന പരിഗണന നൽകി ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് നിങ്ങളെ വാക്കുകൾ വലിച്ചെറിയും. ആരും നിങ്ങളെ വാക്ക് മുതലെടുക്കില്ല. സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യൂല എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. ഇൻഷാ അല്ലാഹ് അവിടുന്ന് അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടത്താം. അല്ലാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അതിന് മറുപടി പറയാൻ ആരും പോകേണ്ട ആവശ്യമില്ല. ഒറ്റ ചോദ്യം ചോദിക്കാം, സ്ത്രീകൾ മത്സരിച്ചു കൊടുത്ത് വോട്ട് ചെയ്യൂല നിങ്ങളെ മുഷാവറിനെ കൊണ്ട് തീരുമാനിക്കാൻ പറ്റുമോ? ഒറ്റ ചോദ്യം. രണ്ടാമത് വേറെ വർത്താനല്ല, ഇതിന് മറുപടി പറയും. സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യൂല എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? എന്ത് പറഞ്ഞു? ഈ ഒരൊറ്റ ചോദ്യം, സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വോട്ട് ചെയ്യൂല എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഈ ഒരു ചോദ്യം മാത്രം ചോദിക്കുക. ഈ ഒരു ചോദ്യം അല്ലാതെ രണ്ടാമത്തെ ഒരു ചോദ്യം അവരോട് ചോദിക്കണ്ട. സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മുഷാവറിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലത്ത് ആരും വോട്ട് ചെയ്യരുത് എന്ന് നിങ്ങൾ മുഷാവറെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യം. അതിന് മറുപടി പറയട്ടെ ആൺകുട്ടികളാണെങ്കിൽ. അതിന് ശേഷം ഇൻഷാ അല്ലാഹ് ആ ചർച്ചയുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളും മറ്റുമായി രംഗത്ത് വരാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വരാം. ക്ലിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഇൻഷാ അല്ലാഹ് ക്ലിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഇൻഷാ അല്ലാഹ് ചർച്ചയുമായി മുന്നോട്ട് പോകാം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നിസം SSF നോക്കുമ്പോഴും SYS നോക്കുമ്പോഴും ഒക്കെ മുസ്ലിം ആകും എന്നാണ് ഇത് വേണ്ടത്. എനിക്ക് മനസ്സിലാത്തോന്നാണ്. SSF തോൽക്കാണ് അങ്ങ് കൊടുക്കണം. അപ്പൊ SSF മൂടിയോ അതിനകത്തുണ്ട്. അതേമാതിരി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർദ്ദേശം അണികൾക്ക് കൊടുക്കും. എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം? അതിപ്പോൾ തീരുമാനിക്കാത്തത് കൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. മാനദണ്ഡം മാത്രമേ ചോദിക്കണം, തീരുമാനമല്ല. ഇല്ല, മാനദണ്ഡവും തന്നെ അതിപ്പോൾ പ്രസക്തിയില്ല. പക്ഷേ ഈ പറയുന്ന അത്രയും സ്വാധീനമുണ്ടോ? ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ജയിപ്പിച്ചു തോൽപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇലക്ഷൻ മുമ്പ് സ്പെസിഫിക് ആയി പറഞ്ഞു കേട്ടിട്ടില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം അതൊന്നുമല്ല, വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ജയിപ്പിച്ചു തോൽപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇലക്ഷൻ മുമ്പ് സ്പെസിഫിക് ആയി പറഞ്ഞു കേട്ടിട്ടില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം അതൊന്നുമല്ല, വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പറയാതിരിക്കൂ, പറയലല്ല ഞങ്ങൾക്ക് ഞങ്ങൾ യൂണിറ്റ് വരെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേറെ വഴികളുണ്ട്. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പത്രത്തിൽ വന്നോളണമെന്നില്ല. അതിപ്പോ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിച്ചത് അതൊന്നുമല്ല. ഒരിക്കലും മണ്ഡലം പോലും കാണാത്ത ആളുകൾ ജയിച്ചിരുന്ന സ്ഥലത്തൊക്കെ തോറ്റുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം ഏതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാറില്ല. മുമ്പും പറയാറുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വാധീന ശക്തിയായെന്ന് പറയാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പരസ്യമായി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് വേണമല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാം. നിങ്ങൾ അംഗീകരിക്കണ്ട. അതേപോലെ ഇവിടെ ജനങ്ങൾക്ക് സത്യം അറിയാം, അത് മതി. ഞങ്ങളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ ജയിക്കാൻ സാധിക്കൂ എന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം. അവരറിഞ്ഞാൽ മതി. അല്ലേ? വളരെ മോശമായിട്ട് ഈ ആളുകൾ മൊത്തം ഈ മൂല്യന്മാരെ മനസ്സിലാക്കുന്നത് ഒരു ബഫൂണായിട്ട് തന്നെയാണ് മൂല്യന്മാരെ മനസ്സിലാക്കുന്നത്. ആലോചിച്ചു പറയുന്നത് അല്ലേ? ഇത്ര മോശമാണ് നമ്മളെ ഈ പണ്ഡിത സമൂഹത്തിന് തന്നെ ഒരു മോശമില്ലത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല.
പിന്നെ ജയിച്ച ശേഷം ഞങ്ങൾ പിന്നെ പിന്തുണ ഇലക്ഷന് ശേഷം ഞങ്ങൾ പറയലുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയും. ആർക്കറിയാം എന്ന് പറഞ്ഞാണി ആർക്കും അറിയില്ല. ജയിച്ചാൽ നിങ്ങൾ പറയും. ലീഗിനൊക്കെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് പടച്ച തമ്പുരാനെ ഒന്ന് ആലോചിച്ചോക്കാണ് നിങ്ങൾ. ലോകത്താരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ? അതൊക്കെ എല്ലാവർക്കും അറിയും. ജയിച്ചപ്പോ നിങ്ങളാണ് പറഞ്ഞതല്ലേ 20 സീറ്റ് ലീഗിന് അന്ന് കിട്ടും തന്നെ ആരും കരുതിയിട്ടില്ല അല്ലേ? ലീഗുകാരും കൂടി കരുതിയിട്ടുണ്ടാവില്ല 20 സീറ്റ് കിട്ടും. എന്നിട്ടാ മൂപ്പര് പറഞ്ഞത് അത് മുഴുവൻ ഞങ്ങളെ വാങ്ങിക്കൊടുത്തത്. ലീഗുകാരെന്നെ കരുതിയിട്ടില്ല 20 സീറ്റ് കിട്ടും. ലീഗുകാരെന്നെ ആകെ അന്തം മുട്ടിക്കുകയും 20 സീറ്റിൽ കിട്ടിയപ്പോ സ്വന്തം നുള്ളിയൊക്കെ എഴുതി നമ്മൾ തന്നെ അല്ലേ. എന്നിട്ട് ആ സമയത്ത് മൂപ്പര് പറയാം അതൊക്കെ ഞങ്ങൾ മുമ്പേ പ്രഖ്യാപിച്ചതാണ്. ലീഗുകാരെന്നെ ആകെ അന്തം കൂടത് നമ്മൾ തന്നെ ജയിച്ചിക്കണത് ഒക്കെപ്പാടെ കൂട്ടിയിട്ടാണോ നമ്മളെ സ്വന്തമാണോ എന്ന് ആലോചിച്ചിട്ട് ഓല് ബേജാറായി നടക്കുന്ന സമയത്താണ് ഇയാൾ പറയണതൊക്കെ ഞങ്ങളാ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കണത്. ഇതെന്താ മുമ്പ് പറയായിരുന്നു? നിങ്ങൾക്ക് മുമ്പ് പറയുന്ന ഏർപ്പാട് നിങ്ങൾക്ക് ഇല്ലല്ലോ ചോദിക്കുമ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയും. എല്ലാ ആളുകളും ഈ പൊട്ടത്തരം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഇടപാട് എല്ലാ ആളുകൾക്കും കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എല്ലാ പത്രപ്രവർത്തകർക്കും ഒക്കെ നിങ്ങളൊരു ബഫൂണായിട്ട് ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന ആളുകളെ ഒരു വിഡ്ഢികളായിട്ടാണ് ഈ ആളുകളൊക്കെ കാണുന്നത്. സത്യം, ഒരു വിഡ്ഢി സമൂഹം. ഇയാൾ പറയുന്ന ഈ പൊട്ടത്തത്തിനൊക്കെ പിന്നാലെ നിന്നു കൊടുക്കുന്ന ഒരു വിഡ്ഢി സമൂഹമായിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. പൊതുജനം അങ്ങനെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. ഒന്നുകൂടി ആ ഭാഗത്ത് കേട്ടോക്കാണ് നിങ്ങൾ. ഒരു പത്രപ്രവർത്തകർ നിങ്ങളെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർദ്ദേശം അണികൾക്ക് കൊടുക്കും. എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം? അതിപ്പോൾ തീരുമാനിക്കാത്തത് കൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. മാനദണ്ഡം മാത്രമേ ചോദിക്കും, തീരുമാനമല്ല. അല്ല, മാനദണ്ഡവും തന്നെ അതിപ്പോൾ പ്രസക്തിയില്ല. പക്ഷേ ഈ പറയുന്ന അത്രയും സ്വാധീനമുണ്ടോ? ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ജയിപ്പിച്ചു തോൽപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇലക്ഷന് മുമ്പ് സ്പെസിഫിക് ആയി പറഞ്ഞു കേട്ടിട്ടില്ല കഴിഞ്ഞ 2 പ്രാവശ്യം. അതൊന്നുമല്ല, വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പറയാതിരിക്കും. പറയലല്ല ഞങ്ങൾക്ക് യൂണിറ്റ് വരെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേറെ വഴികളുണ്ട്. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പത്രത്തിൽ വന്നോളണമെന്നില്ല. അതിപ്പോ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിച്ചത് അതൊന്നുമല്ല. ഒരിക്കലും മണ്ഡലം പോലും കാണാത്ത ആളുകൾ ജയിച്ചിരുന്ന സ്ഥലത്തൊക്കെ തോറ്റുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം ഏതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പറയാറില്ല. മുമ്പ് പറയാറുണ്ട്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വാധീന ശക്തിയായത് പറയാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പരസ്യമായി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് വേണമല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാം. നിങ്ങൾ അംഗീകരിക്കണ്ട. അതുപോലെ ഇവിടെ ജനങ്ങൾക്ക് സത്യം അറിയാം, അത് മതി. ഞങ്ങളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ ജയിക്കാൻ സാധിക്കൂ എന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം. അവരറിഞ്ഞാൽ മതി. അപ്പൊ അതല്ലേ കാക്ക അങ്ങോട്ട് ചോദിക്കണത് അല്ലേ? നിങ്ങളെ സഹായം ആർക്കാണ്? ഇനി നിയമസഭയിൽ തീരുമാനം പറയേണ്ട മാനദണ്ഡം പറഞ്ഞാൽ മതി. ഇന്നാലിന്റെ മാനദണ്ഡമുള്ള ആളുകൾക്കാണ് ഞങ്ങൾ വോട്ട്, ഇതാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ട മാനദണ്ഡം. ആ ഇന്നാലിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകൾക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക. അതൊന്ന് പറയും അല്ലേ? അത് നിങ്ങളെ സഹായം ഇന്ന ആളുകൾക്കാണ് ഒന്ന് പറയും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയും. എന്നിട്ട് നിങ്ങളെ സഹായമുള്ള ആളുകൾ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാലോ. ജയിച്ച ആൾക്ക് ഞങ്ങളെ സഹായം എന്ന് പറയാൻ ആർക്കും ഈസിയല്ലേ? അത് നല്ല ഏർപ്പാടല്ലേ? ജയിച്ച ആൾക്കാർക്ക് ഞങ്ങളെ സഹായം. ഒരേ സമയത്ത് വരെ സഹായമുള്ള ആൾക്കാർ തോൽക്കുന്നു ജയിക്കുന്നുണ്ട്. അതേ രസം അപ്പളം മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും പിന്നെ UDF LDF ചില സീറ്റ് ജയിക്കും, ചില സീറ്റ് തോൽക്കും. അവിടെ നിങ്ങളെ സഹായം ആയിരിക്കുന്നു. ഓരോ മണ്ഡലത്തിൽ ഓരോരുത്തർക്കും ജയിക്കണി നിങ്ങളെ സീറ്റ് വേണം എന്ന് പറയുമ്പോ അല്ലേ? അപ്പോ ഇതൊക്കെ നിങ്ങൾ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക. എത്ര മോശാതൊക്കെ, എത്ര മോശമായിട്ടാണ് ഒരു മതപണ്ഡിതനെ മറ്റുള്ള ആളുകൾ വിലയിരുത്തുന്നത്. ഈ സമൂഹത്തിന് തന്നെ കാക്കങ്ങൾ അപമാനമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ സമുദായക്കാരനാണെന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് വശത്തരാണ്. ഈ സമൂഹത്തിന് സമുദായത്തിന് നിങ്ങൾ അപമാനാണ് കാക്ക. ഈ ഏർപ്പാടൊന്നും നിർത്തണം ദയവ് വിചാരിച്ച്.
കാരണം ആളുകളെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പരിഹാസ്യമാകും ഒരു മൂല്യം. തലയെക്കെട്ട് വെള്ളക്കുപ്പായിട്ടൊരു മനുഷ്യൻ ആളുകളെ മുമ്പിൽ വിട്ടുകോലം കെട്ടുന്ന ഏർപ്പാട് ഒന്ന് അവസാനിപ്പിച്ചൂടെ? ഇയാൾക്ക് പറയാനും വീട്ടിൽ പിന്നെ ഇയാളെ കുടുംബത്തിലും ഇയാളെ സംഘടനയിലൊന്നും ആൾക്കാരില്ലേന്നാവും ഇയാളെന്ന്, അല്ലേ? ഇതിങ്ങനെ നിർത്തി കൊടുക്കുന്നുണ്ടല്ലോ സ്വന്തം മക്കള്. നാട്ടുകാർക്ക് ചിലപ്പോൾ ഈ ഭ്രാന്ത് കാണാണ്ടല്ലേ, ആരാന്റെ മക്കൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ നാട്ടുകാർക്ക് ഒരു രസേക്കാരം. പക്ഷെ സ്വന്തം മക്കൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരും ഇല്ലേന്നാവും. ഇങ്ങനെ വഷളാകണ ഒരവസ്ഥ ഇത് കാണുമ്പോ ഇത് എന്നിട്ട് ഇവരിതിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികളെ. നിങ്ങളല്ല ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇയാളെ പരിപാടി ഷെയർ ചെയ്യുന്നത് നമ്മളാണ്. അതാ രസം, അല്ലേ? നിർദ്ദേശിച്ചാതെ ഇപ്പൊ ഇയാളെ പിന്നെ ഒരു പരിപാടി വന്നാല്, പിന്നെ ഇയാളൊരു ഒരു അഭിമുഖം വന്നാൽ, ഇയാളൊരു പ്രസംഗം, ഇയാളെ ക്ലിപ്പുകൾ, ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മളാ. ഓലക്കായി നമ്മളാ ഷെയർ ചെയ്യുന്നത്. കാരണം എന്താ? അത് മുഴുവൻ വിഡ്ഢിത്തരങ്ങളായിരിക്കും. അത് മുഴുവൻ നിങ്ങൾ ഒന്ന് നടന്നാൽ മതി, അപ്പൊ തന്നെ ഞങ്ങളത് ഷെയർ ചെയ്യും. ഇത് മുഴുവൻ ഞങ്ങളെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അത് അത്രയും വിഡ്ഢിത്തരങ്ങളാ. എന്തൊക്കെ പറയണത്? ആദ്യം ഞങ്ങൾ കാത്തിരുന്നു, പിന്നെ ആദ്യം ഞങ്ങൾ പണി തുടങ്ങി, അല്ലേ? പണി പുരോഗമിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾ കാത്തിരുന്നു, പിന്നെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. നേരെ ഒരു മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നേരെ തല തിരിഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ബുദ്ധി ഉള്ള ആളുകളും ബുദ്ധി ഇല്ലാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം നേരെ ഓപ്പോസിറ്റ്. ബുദ്ധിയുടെ നേരെ ഓപ്പോസിറ്റ് ആണുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയും, ആദ്യം പണി തുടങ്ങി, പിന്നെ ഞങ്ങൾ കാത്തിരുന്നു, പിന്നെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ഇയാളെ പരിപാടിയിൽ ഇപ്പൊ ഇയാൾ ഇവിടെ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മളോട് പറഞ്ഞു പോയ വാക്കാണിത്. ഇത് നിങ്ങൾ സ്വയം എങ്ങനെ ആലോചിച്ചു? ഒരു ഒറ്റ SSF-കാരൻ മൈക്കിന് റൈസ് ഹാൻഡ് ചെയ്യാനല്ലോ. ഒരു SSF-കാരൻ ഒന്ന് ആലോചിച്ചോക്കാൻ, നിങ്ങൾക്ക് ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായി, ഇയാളെ ന്യായീകരിക്കാൻ തയ്യാറായിട്ടൊരൊറ്റ SSF-കാരൻ രംഗത്തില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു അപകടം. SSF-കാരൻ സ്വന്തം നേതാവിനെ ന്യായീകരിക്കാൻ, അദ്ദേഹത്തിന്റെ വാക്കുകളെ ന്യായീകരിക്കാൻ, മൂപ്പർക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായിട്ട് SSF-കാരനായ ഒരൊറ്റ മനുഷ്യൻ, ഒരൊറ്റ മുടിക്കുട്ടി റൈസാൻഡ് ചെയ്യാൻ തയ്യാറല്ല. ഇതന്നെയാണ് നിങ്ങൾ ഏറ്റവും വലിയ പരാജയം. ഇൻഷാ അല്ലാഹ് ആളുകൾ തെങ്ങി വയ്ക്ക് തരും.